ഇരച്ചു വന്ന ഖ്വാലിസ്. എം.എൽ.എ. ഗോപിദാസിന്റെ ബംഗ്ലാവിനരികിൽ ടയറുകൾ ഉരഞ്ഞു കത്തി നിന്നു. നബി മജീദ് ഹോൺ മുഴക്കി. പാറാവുകാരൻ ഗേറ്റിലേക്ക് ഓടിയെത്തി. എന്തു വേണം? അയാൾ ചോദിച്ചു. ശിവജി ഖ്വാലിസിൽ നിന്നും തല പുറത്തേക്ക് നീട്ടി. ചത്തുപോയ നിന്റെ തന്തയ്ക്കും വലിയ തന്തയ്ക്കും അടക്കം മൊത്തം പേർക്കും ബലിയിടണം. എന്താ, നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? വാച്ചർ മിണ്ടിയില്ല. അയാൾക്ക് ഒന്നും മനസ്സിലായില്ല. അപ്പോൾ സ്റ്റിയറിംഗ് വീലിന് പിന്നിൽ നിന്നും മജീദും തല പുറത്തേക്കിട്ടു. പറഞ്ഞത് മനസ്സിലായില്ലടാ, ഗേറ്റ് തുറക്കാൻ. വാച്ചർ ഗേറ്റ് തുറന്നു. വെടിയുണ്ടയുടെ വേഗത്തിൽ കോളീസ് അകത്തേക്ക് പാഞ്ഞു. പോർച്ചിൽ കിടന്നിരുന്ന തൂവെള്ള സ്കോഡയ്ക്ക് പിന്നിൽ അത് നിന്നു. അടുത്ത നിമിഷം ജാക്കിലേറുമായി ശിവജി കുതിച്ചിറങ്ങി. വലതുകാൽ കൊണ്ട് തട്ടി കോളീസിന്റെ ഡോർ അടച്ചിട്ട് കൈവീശി ഒറ്റയടി. സ്കോഡയുടെ പിന്നാലെ ഗ്ലാസ് മുത്തുമണികൾ പോലെ ചിതറി തെറിച്ചു. ആരാടാ അത്? ബംഗ്ലാവിൽ നിന്ന് ഒരലർച്ച. വാതിൽ വലിച്ചു തുറന്ന് ലെനിൻ സിറ്റ് ഔട്ടിലേക്ക് വന്നു. ഞാനാടാ മോനെ, നിന്റെ തന്ത. ഡേറ്റ് ഓഫ് ബർത്തും ഐഡന്റിഫിക്കേഷൻ മാർക്കും ഒക്കെ വേണേ നിന്റെ അമ്മച്ചിയോട് ചോദിക്ക്, പറഞ്ഞു തരൂ. ശിവജി ജാക്കി ലിവർ കൈവേളയിലിട്ടൊന്ന് കറക്കി. ലെനിന് അപകടം മണത്തു. അവൻ പിന്തിരിഞ്ഞ് വാതിൽ വലിച്ചടയ്ക്കാൻ ഭാവിച്ചു. പക്ഷേ ശിവജി ഇടം കൈവരിയിലൂന്നി ഒരു അഭ്യാസിയെ പോലെ പറന്നു ചെന്നു. നെഞ്ചിൽ ചവിട്ടേറ്റ് ലെനിൻ അപ്പുറത്തേക്ക് മറിഞ്ഞു. ഒപ്പം ശിവജിയും അകത്തെത്തി. അവൻ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് ലെനിനെ ഉയർത്തി. പിന്നെ ആ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. കഴിവരുടെ മോനെ, എന്നെ ഒളിച്ചു കഴിയായിരുന്നു അല്ലേ? നീ ഏത് പാതാളത്തിലായാലും അവിടെ വന്ന് ഞാൻ പൊക്കുമെന്ന് നിനക്കറിയില്ലേ? ചോദിച്ചതും കവിളിൽ ഒറ്റയടി. നട്ടെല്ലിന് നടുവിലൂടെ ഒരു മിന്നൽ പാഞ്ഞു പോയതുപോലെയാണ് ലെനിന് തോന്നിയത്. നിനക്ക് എന്തു വേണം? അവൻ തിരക്കി. ആവശ്യമുള്ളത് ചോദിക്കാതെ തന്നെ ഇങ്ങ് എടുക്കുന്നതാ എന്റെ രീതി. അറിയാമല്ലോ നിനക്കെന്നെ. ലെനിൻ ഒന്ന് പതറി. ശിവജി അവന്റെ നെഞ്ചിൽ കൈകുത്തി പിന്നിലേക്ക് തള്ളി. തെറിച്ചു ചെന്ന ലെനിൻ ഒരാളിൽ ഇടിച്ചു നിന്നു. ഗോപിദാസ് എം.എൽ.എ. എന്താ ശിവജി ഇത്? അമ്പരപ്പോടെയായിരുന്നു ഗോപിദാസിന്റെ ചോദ്യം. ഓ, ഒന്നുമില്ല. ശിവജി ചിരിച്ചു. സാറ് ജയിച്ചു വരുമ്പോ പൊട്ടിക്കാനുള്ള പടക്കത്തിന്റെ വീര്യമൊന്ന് നോക്കിയതാ ഞാൻ. ഗോപിദാസ് ഇമകൾ ചിമ്മാതെ അവനെ നോക്കി നിന്നു. ശിവജി മുണ്ടു മടക്കി കുത്തി. പിന്നെ ലെനിന്റെ മുഖത്തുകൂടി ഒന്ന് വിരലോടിച്ചു. നായിന്റെ മോനെ, മറയൂരെയും കാന്തല്ലൂരെയും ജനങ്ങളുടെ ഒരു പിടി സ്വപ്നത്തിനു വേണ്ടി നിലകൊള്ളുന്നവരാ ഞങ്ങൾ. അതിനുവേണ്ടി നിന്നെ നരകത്തിലേക്ക് പറഞ്ഞേക്കേണ്ടി വന്നാ അതിനും ഈ ശിവജിക്ക് മടിയില്ല. ഇപ്പോ നമ്മൾ ഈ കാണുന്നത് കർമ്മകാണ്ഡം. ശിവജി, നിനക്ക് എന്ത് വേണം അത് പറ. ഗോപിദാസ് അസ്വസ്ഥനായി. നീ ആരുടെ മുന്നിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് അറിയാമോ? കാന്തല്ലൂര് മറയൂര് മാത്രമല്ല, ഈ സംസ്ഥാനം പോലും കാൽ കീഴിലാക്കാൻ കെൽപ്പുള്ളവനാണെന്ന് ഞാനൊന്ന് മറക്കരുത്. ഗോപിദാസിന്റെ മുഖം വല്ലാതെ ചുവന്നു. ശിവജി അയാളെ പാടെ അവഗണിച്ചു. അപ്പോഴേക്കും നബി മജീദും അവറാച്ചനും വാതിൽക്കിലെത്തി കരുതലോടെ നിന്നു. ശിവജി പറഞ്ഞു. എനിക്ക് വേണ്ടതെന്തെന്ന് 2 ആഴ്ച മുമ്പ് ഇവിടെ വന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ തട്ടിയെടുത്ത എന്റെ ഭൂമി, പണം, ഇതൊക്കെ എനിക്ക് കിട്ടണം ഈ നിമിഷം. അവൻ ലെനിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. എല്ലാം കിട്ടുന്നത് വരെ നിന്നെ ഞാൻ അങ്ങ് കൊണ്ടുപോകിയ ഒരു പണയ വസ്തുവായിട്ട്. ലെനിൻ കുതറി. പക്ഷേ ശിവജി പിടിവിട്ടില്ല. അവൻ ലെനിനെ ഒന്ന് വട്ടം കറക്കി മജീദിനും അവറാച്ചനും നേരെ എറിഞ്ഞു കൊടുത്തു. അവർ അവന്റെ ഇരു കൈകളിലും ബലമായി പിടിച്ചു. ശിവജി! ഗോപിദാസിന്റെ ഒച്ചയുയർന്നു. ലെനിനെ വിട്. നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തന്നിരിക്കും ഇന്ന് തന്നെ. ശിവജി തിരിഞ്ഞ് ഗോപിദാസിന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഉറപ്പാണല്ലോ അല്ലേ? അതെ. അല്ലെങ്കിൽ ഇനിയൊരു ചോദ്യമോ പറച്ചിലോ എന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. വേണ്ട. ഗോപിദാസ് ഉറപ്പു കൊടുത്തു. എങ്കിൽ അവനെ വിട്ടേരെ. ശിവജി അവറാച്ചനും നബി മജീദിനും നിർദ്ദേശം നൽകി. അവർ പിടിവിട്ടു. പല്ലുകൾ കടിച്ചമർത്തി ലെനിൻ രോഷത്തോടെ നിന്നു. പോകാം. ശിവജി തിരിഞ്ഞു നടന്നു. നബി മജീദും അവറാച്ചനും പിന്നാലെയും. മുറ്റത്തെ ആറ്റുചരലിൽ ക്വാളിസിന്റെ ചക്രങ്ങൾ വെട്ടിത്തിരിഞ്ഞു. മുറ്റത്തെ പൂച്ചട്ടികളെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് അവ പാഞ്ഞുപോയി. തിരുമൂർത്തിയുടെ വീട്. ദേവമ്മ വിളമ്പിക്കൊടുത്ത കഞ്ഞി കോരി കുടിക്കുകയായിരുന്നു അയാൾ. തൊട്ടരികിൽ കുട്ടികളുമുണ്ട്. തികച്ചും ശാന്തനായിരുന്നു മൂർത്തി. വീട്ടിൽ മടങ്ങിയെത്തിയിട്ട് ഒരു ദിവസം കഴിഞ്ഞെങ്കിലും അയാൾ പുറത്തേക്ക് പോവുകയോ ലെനിനുമായി സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു തുള്ളി മദ്യം പോലും കഴിച്ചിട്ടില്ല.
ഭാര്യയുടെ മുഖത്തേക്ക് നോക്കാൻ തന്നെ അയാൾ മടിച്ചു. കുറ്റബോധത്തിന്റെ ഉലയിൽ വെന്തുരുകയാണ് അയാളെന്ന് ദേവമ്മയ്ക്ക് തോന്നി. മിണ്ടാതെ ഇരുന്ന് കഞ്ഞി കുടിച്ചിട്ട് മൂർത്തി എഴുന്നേറ്റു. പിന്നെ പോയി ചിന്താമഗ്നനായി കിടന്നു. ലെനിനു വേണ്ടി ഇതുവരെ ചെയ്തു കൂട്ടിയതൊക്കെ ഒരു ചലച്ചിത്രം പോലെ അയാളുടെ മനസ്സിൽ മിന്നിക്കൊണ്ടിരുന്നു. ദേവമ്മ അടുത്തെത്തി കിടക്കയുടെ ഓരത്തിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞ ദേഷ്യപ്പെടുമോ? അറച്ചറച്ചാണ് അവൾ തിരക്കിയത്. ദേഷ്യപ്പെടുമെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല തിരുമൂർത്തി. കഴിഞ്ഞതൊക്കെ മറക്കണം. ഇനി നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം. പറ്റുമെങ്കിൽ ഇവിടം വിട്ടിട്ട് ഈ നശിച്ച നാട്ടിൽ നിന്ന് നമുക്ക് എവിടേക്കെങ്കിലും പോകാം, അവൾ പറഞ്ഞു. തിരുമൂർത്തി ഒന്ന് മൂളി. അതിനിടയിലും അയാളുടെ പല്ലുകൾ ഒന്ന് ഞെരിഞ്ഞമർന്നത് അവൾ കണ്ടില്ല. അടുത്ത നിമിഷം പുറത്തൊരു വാഹനത്തിന്റെ ഇരമ്പൽ. മൂർത്തി ചാടി എഴുന്നേറ്റു. പിന്നാലെ ദേവമ്മയും. അവർ വാതിൽ കടക്കും മുമ്പേ CA ആന്റണി കുതിച്ചെത്തി. തന്റെ നേരെ ചൂണ്ടപ്പെട്ട റിവോൾവറിന്റെ ബാരലാണ് തിരുമൂർത്തി ആദ്യം കണ്ടത്. അതിനു പിന്നിൽ ആന്റണിയുടെ തീ പിടിച്ച മുഖം. മൂർത്തി, രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. നിന്റെ ശവമാണെങ്കിലും ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും, ആന്റണി പറഞ്ഞു. എവിടെ വേണമെങ്കിലും ഞാൻ സാറിന്റെ കൂടെ വരാം. അയാളുടെ ശബ്ദത്തിലെ ശാന്തത ആന്റണിയെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അയാൾ സംശയത്തോടെ മൂർത്തിയെ നോക്കി. നീ വേലയിറക്കല്ലേ മൂർത്തി? മൂർത്തി മെല്ലെ ചിരിച്ചു. ഇത്തവണ സാറിന് എന്നെ വിശ്വസിക്കാം. എവിടെ വേണമെങ്കിലും ഞാൻ സാറിൻ്റെ കൂടെ വരാം. ആരുടെ മുന്നിലും സത്യങ്ങൾ തുറന്നു പറയാം. എങ്കിൽ വാടാ. ആന്റണി റിവോൾവർ പാൻസിന്റെ പോക്കറ്റിൽ തിരുകി. മൂർത്തി ഭാര്യയെയും മക്കളെയും നോക്കി. കുട്ടികൾ ഭയന്ന് നിൽക്കുകയായിരുന്നു. അച്ഛൻ പോയിട്ട് വരാം മക്കളെ. അനുസരണയുള്ള നായ്ക്കുട്ടിയെ പോലെ മൂർത്തി ആന്റണിക്കൊപ്പം ചെന്ന് ജീപ്പിൽ കയറി. അത് നോക്കി നിന്ന ദേവമ്മയുടെ കണ്ണുകളിൽ 2 തുള്ളി നീർ തിളങ്ങി. 2 ദിവസം പിന്നിട്ടു. ശിവജി തന്റെ പഴയ വീട്ടിലേക്ക് താമസം മാറുന്ന ദിവസമായിരുന്നു അത്. ഗോപിദാസ് വാക്കു പാലിക്കുകയും അവന്റെ വീടും സ്ഥലവും തിരിച്ചു നൽകുകയും ചെയ്തിരുന്നു. ശിവജിയുടെ അടുത്ത സുഹൃത്തുക്കളും CA ആന്റണിയും അമരാവതി തള്ളയും അടക്കം കുറച്ചുപേർ മാത്രം ചടങ്ങിൽ സംബന്ധിച്ചു. ഈ നേരത്ത് മീനാക്ഷി കൂടി വേണ്ടതായിരുന്നു, അമരാവതി തള്ള പറഞ്ഞു. ഇത്രയും കാലം എന്തുമാത്രം കഷ്ടപ്പെട്ടതാ അവള്. എന്നിട്ടൊരു നല്ല കാലം വന്നപ്പോൾ അവൾ ഇല്ലാതെ പോയി. തള്ള പറയുന്നത് ശിവജി കേട്ടു. അവൻ്റെ ഉള്ളിലും ഒരു വിങ്ങലുണ്ടായി. പാവ അമ്മ, ഒരിക്കൽ പോലും ഒരു സന്തോഷം നൽകാൻ തനിക്കായില്ല. നാബി മജീദും ബീരാൻകുട്ടിയും അവറാച്ചനും മറ്റുള്ളവർക്ക് കാപ്പി നൽകുന്ന തിരക്കിലായിരുന്നു. ശിവജി, ആന്റണി അവൻ്റെ തോളിൽ കൈവച്ചു. അവൻ ചിന്ത വിട്ടുണർന്നു. സർ, ആന്റണി ശബ്ദം താഴ്ത്തി. ചിലപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ തിരികെ ജോലിയിൽ പ്രവേശിക്കും. SP സാറിൻ്റെ മുമ്പിൽ തിരുമൂർത്തി സത്യങ്ങളെല്ലാം ഏറ്റു പറഞ്ഞിട്ടുണ്ട്. മൂർത്തിയെ അറസ്റ്റ് ചെയ്തോ? ശിവജി ആകാംക്ഷയോടെ തിരക്കി. തൽക്കാലം അത് വേണ്ടെന്നാണ് തീരുമാനം. ഞാൻ തിരികെ സർവീസിൽ കയറിയിട്ട് വേണ്ടത് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ആന്റണി ഒന്ന് നിർത്തിയിട്ട് പറഞ്ഞു. അടുത്ത ആഴ്ച ലെനി നോമിനേഷൻ നൽകുമെന്ന് കേട്ടു. അവനെക്കൊണ്ട് നോമിനേഷൻ കൊടുപ്പിക്കണോ സാറേ? കൊടുക്കട്ടെന്നേ. അതിനുശേഷം വേണം എനിക്ക് അവനെ അറസ്റ്റ് ചെയ്യാൻ. അതോടെ അവൻ്റെ എല്ലാ സ്വപ്നങ്ങളും പൊലിയും. അപ്പോൾ മുറ്റത്തേക്ക് 2 ജീപ്പുകൾ കയറി വന്ന് നിന്നു. അതിൽ നിന്ന് തൂവെള്ള മുണ്ടും ഷർട്ടും ധരിച്ച 10ഓളം പേർ ഇറങ്ങി. ദുർഗ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. അവരിൽ ചിലരെ നേരത്തെ കണ്ടിട്ടുള്ളതുപോലെ അവർക്ക് തോന്നി. അപ്പോഴേക്കും കൂട്ടത്തിൽ നേതാവാണെന്ന് തോന്നിക്കുന്ന യുവാവ് തൊഴുതുകൊണ്ട് ശിവജിയുടെ മുന്നിലെത്തി. നമസ്കാരം ശിവജി, ഞാൻ ഗോകുൽ. പെരടിപ്പള്ളത്താണ് വീട്. ഈ മണ്ഡലത്തിൽ ലെനിനെതിരെ മത്സരിക്കുന്നത് ഞാനാ. ആദ്യമായിട്ട് വോട്ട് ചോദിക്കുന്നത് ശിവജിയോടാ. സഹായിക്കണം, അനുഗ്രഹിക്കണം. ഇപ്പോൾ ദുർഗയ്ക്ക് അവന് ഓർമ്മ വന്നു. ശർക്കര ഷെഡിലെ രംഗങ്ങൾ പൊടുന്നനെ അവളുടെ മനസ്സിൽ തെളിഞ്ഞു. അവിടെ വെച്ചാണ് ഗോകുലിനെ ആദ്യം കണ്ടത്. തിളച്ചു മറയുന്ന ശർക്കര പാനിയിൽ കിടന്നു പൊളയുന്ന സുനന്ദയുടെ രൂപവും അവളുടെ മനസ്സിൽ മിന്നി. ആ ഓർമ്മ അവളെ നടുക്കി. എൻ്റെ എല്ലാ സഹായവും ഉണ്ടാവും, ശിവജി ഗോകുലിനോട് പറയുന്നത് അവൾ കേട്ടു. പകരം ഗോകുലിന്റെ സഹായം ഈ നാട്ടുകാർക്കും കിട്ടണം. കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഞാൻ ഇപ്പോഴേ വാഗ്ദാനം ചെയ്യുന്നു. എന്തു വേണമെന്ന് ശിവജി പറഞ്ഞാൽ മതി. ഗോകുൽ ശിവജിയുടെ കരം കവർന്നു. ഈ നാട്ടുകാർ നടത്തുന്ന സമരത്തിൽ അണിചേരുകയാണ് ഗോകുൽ ചെയ്യേണ്ടത്. ജലസ്രോതസ്സുകൾ അപ്പാടെ ഊറ്റിയെടുത്ത് ഇവിടുത്തെ ജനങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാൻഡിസ് മരങ്ങൾക്കെതിരെയുള്ള സന്ധിയില്ലാ സമരത്തിൽ അവസാന മരവും പിഴുതുമാറ്റുന്നതുവരെ ഗോകുൽ ഞങ്ങൾക്കൊപ്പം നിൽക്കുമോ? തീർച്ചയായും. എങ്കിൽ ഗോകുലിനോടൊപ്പം ഞങ്ങളുമുണ്ട്, അവൻ ഉറപ്പു നൽകി. മറ്റുള്ളവരോടുകൂടി വോട്ട് ചോദിച്ച ശേഷം
കാപ്പിയും കഴിച്ചിട്ടാണ് ഗോകുലും സംഘവും മടങ്ങിയത്. രാത്രി നേരത്തെ ചാറ്റൽ മഴ വീണു തുടങ്ങി. എസ് ഐ ചോര ഡേവിഡും ലെനിനും മറയൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് പിന്നിലെ കുരിശുമലയുടെ നെറുകയിലായിരുന്നു. മഴ കനത്ത നമ്മൾ കുടുങ്ങിപ്പോകുമോ ലെനിൻ മുതലാളി? ഡേവിഡ് ആകാശത്തേക്ക് നോക്കി. ഏയ്, ഇപ്പോഴൊന്നും മഴ പെയ്യത്തില്ല. ലെനിൻ ഒരു സിഗരറ്റിന് തീ കൊളുത്തി. പിന്നെ താഴ്വരയിലേക്ക് നോക്കി. അവന്മാരെ കാണുന്നില്ലല്ലോ. പറഞ്ഞു നിർത്തിയതും ഒരു വാഹനത്തിന്റെ ഹെഡ്ലൈറ്റുകൾ താഴ്വരയിലെ റോഡിലൂടെ അടുത്തു വരുന്നത് കണ്ടു. വാഹനം വന്ന് സ്കൂളിന്റെ ഗേറ്റിന് മുമ്പിൽ നിന്നു. അതിൽ നിന്നിറങ്ങിയ ഇരുമ്പു കമാലും കണ്ടെയ്നർ സാബുവും 10 മിനിറ്റോളം എടുത്ത് മുകളിലെത്തി. തങ്ങൾ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് കവർ അവർ പാറപ്പുറത്ത് വെച്ചു. പിന്നെ ഗ്ലാസുകൾ നിരത്തി അതിലേക്ക് മദ്യം പകർന്നു. ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് ചോര ഡേവിഡ് എഴുന്നേറ്റു. തൊട്ടടുത്തുള്ള മുനിയറയ്ക്ക് മീതെ അയാൾ കയറിയിരുന്നു. അതിന്റെ മിനുസമേറിയ പ്രതലത്തിന് ഐസിന്റെ തണുപ്പ്. ഇന്നാ സാറേ, ഇതുകൂടി ഇരിക്കട്ടെ. കണ്ടെയ്നർ സാബു ഒരു ചിക്കൻ കാൽ എടുത്തുകൊണ്ട് വന്ന് അയാൾക്ക് നേരെ നീട്ടി. ഒന്നുകൂടി ഒഴിച്ചുകൊണ്ട് വാടാ. 4 പേരും 2 റൗണ്ട് പൂർത്തിയാക്കി. അപ്പോൾ കമാൽ ലെനിനോട് പറഞ്ഞു, നമ്മൾ അറിഞ്ഞ വിവരം നേരെ മുതലാളി. മൂർത്തിയണ്ണൻ എത്തിയിട്ടുണ്ട്. വീട്ടിൽ തന്നെ ഉണ്ടെന്നാ കേട്ടത്. ലെനിന്റെ മനസ്സിൽ സംശയത്തിന്റെ ഒരു കരിന്തൾ പുളഞ്ഞു കുത്തി. മടങ്ങി വന്ന മൂർത്തി ആദ്യം എത്തേണ്ടത് തൻ്റെ അടുത്താണല്ലോ. അപ്പോൾ ഈ ഒളിച്ചുകളിയുടെ കാര്യം എന്താണ്? അതിന്റെ അർത്ഥം ഒന്നേയുള്ളൂ, തിരുമൂർത്തി ശത്രുപാളയത്തിലേക്ക് കൂറുമാറിയിരിക്കുന്നു. കമാലെ, സൂക്ഷിക്കണം. മൂർത്തിയുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കണം. അത് കേട്ടിരിക്കുകയായിരുന്നു ഡേവിഡ്. അയാളുടെ മനസ്സിൽ ദേവമ്മയുടെ ചിത്രം തെളിഞ്ഞു. മൂർത്തി സ്ഥലത്തുണ്ടെങ്കിൽ ഇനി അവിടേക്ക് പോകാൻ കഴിയില്ലല്ലോ. കഴിവറുടെ മോൻ വല്ല കളിക്ക് മുതിരുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ അവനെ അങ്ങ് പൊക്കിയേക്കാം. ലെനിൻ മുതലാളി വേണ്ടി വന്ന ഇന്ന് രാത്രി തന്നെ. വേണ്ട. ലെനിൻ കൈ ഉയർത്തി. കാര്യങ്ങൾ ഏതുവരെ പോകുമെന്ന് നോക്കാം. പൊടുന്നനെ ലെനിൻ തിരക്കി. അല്ല, ആ എസ് ഐ ധർമ്മരാജന്റെ ഭാര്യയും മകളെയും ഹോട്ടൽസിൽ നിന്ന് ഇറക്കിവിടാൻ സാറിനെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ ഇതുവരെ? അത് കേട്ട് ഡേവിഡ് പിടഞ്ഞുണർന്നു. സീതയുടെ രൂപം കൂടി മനസ്സിൽ തെളിഞ്ഞതോടെ സിരകളിൽ മദ്യം കലർന്ന ചോര പതഞ്ഞു പൊങ്ങി. എങ്കിൽ ഈ രാത്രി അങ്ങനെ ഒരു സത്കർമ്മം ചെയ്യാൻ പോവുകയാണ് ഞാൻ. മുനിറയുടെ പുറത്തുനിന്ന് ഇറങ്ങിയ ഡേവിഡ് മദ്യക്കുപ്പി എടുത്ത് വായിലേക്ക് കമഴ്ത്തി. ഒരു മത്സ്യത്തിൻ്റേതുപോലെ അയാളെ തൊണ്ടയണങ്ങിക്കൊണ്ടിരുന്നു. കുപ്പി പാറപ്പുറത്ത് വെച്ചിട്ട് ചോര ഡേവിഡ് പുറം കൈ കൊണ്ട് ചുണ്ടു തടച്ചു. അപ്പോ നാളെ കാണാം. ക്വാർട്ടേഴ്സിൽ നിന്ന് അവരെ ഒഴിപ്പിച്ച ശേഷം. സീതയെ കൈ കിട്ടുമ്പോ എന്നെ കൂടി ഓർത്തേക്കണേ സാറേ, ഇരുമ്പ് കമാൽ കൊതിയോടെ പറഞ്ഞു. ശ്രദ്ധിച്ച് കാലുകൾ പതറാതെ ഡേവിഡ് പാറയിലൂടെ താഴേക്കിറങ്ങി. ജീപ്പിനടുത്തെത്തിയപ്പോഴേക്കും മഴ ശക്തി പ്രാപിച്ചു തുടങ്ങിയിരുന്നു. ഒപ്പം പിശറം കാറ്റും. അയാൾ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. വൈപ്പറും ഓൺ ചെയ്തു. വെള്ളുനൂലുകൾ പോലെ പെയ്തിറങ്ങുന്ന മഴയിലൂടെ ഹെഡ്ലൈറ്റുകൾ തീക്കണ്ണുകളായി ജീപ്പ് പാഞ്ഞുപോയി. ക്വാർട്ടേഴ്സ് നല്ല ഉറക്കത്തിലായിരുന്നു. രുക്മണിയും സീതയും. വാതിലിൽ ശക്തമായ മുട്ടുകേട്ട് ആദ്യം ഉണർന്നത് രുക്മണിയാണ്. മോളെ സീത, അവർ മകളെ വിളിച്ചുണർത്തി. കണ്ണിൽ പുളഞ്ഞു കയറുന്ന ഇരുട്ടിൽ സീത തുറച്ചു നോക്കി. എന്തമ്മേ? പുറത്ത് ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. വാതിൽ തട്ടി വിളിക്കുന്നു. സീതയും കാതോർത്തു. ഈ നേരത്ത് ആരായിരിക്കും? അറിയാതെ ഒരു ഭീതി അവളെ പൊതിഞ്ഞു. വാതിലിലെ തട്ട് തുടരുകയാണ്. പൂർവാധികം ശക്തിയിൽ സീത തപ്പി തടഞ്ഞ് ഭിത്തിയുടെ അരികിലെത്തി ലൈറ്റിന്റെ സ്വിച്ച് ഇട്ടു. ഒന്ന് മിന്നിയതും കറണ്ട് പോയി. വാമ്മേ, ആരാണെന്ന് നോക്കാം. ഒരു ടോർച്ചുമായി ഇരുവരും പുറത്തെ മുറിയിലേക്ക് നടന്നു. ആരാ ഈ നേരത്ത്? സീത തിരക്കി. നിന്റെ തന്ത ധർമ്മരാജൻ, തുറക്കടി വാതിൽ. പുറത്തുനിന്ന് ചോര ഡേവിഡിന്റെ മദ്യത്തിൽ കുഴഞ്ഞ ശബ്ദം. അമ്മേ, അതാ അയാളാ, ആ ഇൻസ്പെക്ടർ. സീതയുടെ നെഞ്ചിരിപ്പേറി. ഇനി എന്തു ചെയ്യും മോളെ? രുക്മിണിയുടെ ശബ്ദം വിറച്ചു. അടുത്ത നിമിഷം പുറത്ത് മഴയിൽ കിടന്ന ജീപ്പിന്റെ ഹെഡ്ലൈറ്റുകൾ തനിയെ തെളിഞ്ഞു. പാമ്പ് കൊത്തിയതുപോലെ ഡേവിഡ് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ആരടാത്? അലറുകയായിരുന്നു ഡേവിഡ്. കാറ്റിന്റെയും മഴയുടെയും ഇരമ്പലല്ലാതെ മറ്റൊന്നും കേട്ടില്ല. ഡേവിഡ് മഴയിലേക്ക് ചാടി ജീപ്പിനു നേരെ കുതിച്ചെത്തി. ഡ്രൈവിംഗ് സീറ്റിൽ ആരുമില്ലായിരുന്നു. അമ്പരപ്പോടെ അയാൾ ജീപ്പിനുള്ളിലേക്ക് തലയിട്ടു. പൊടുന്നനെ അകത്തുനിന്ന് ഒരു മുഷ്ടി ചീറിയെത്തി. ചുറ്റികയ്ക്ക് എന്നവണ്ണം ഡേവിഡിന്റെ മൂക്കിനും വേൽച്ചുണ്ടിനും മധ്യേ ശക്തമായ ഒരു പ്രഹരമേറ്റു. നിലവിളിച്ചുകൊണ്ട് ഡേവിഡ് പിന്നോട്ട് തെറിച്ചു. മലർന്നു വീണ അയാളുടെ തുറന്ന വായിലേക്ക് മഴ പെയ്തിറങ്ങി. കൈകൾ തറയിൽ കുത്തി എഴുന്നേൽക്കാൻ ഭാവിക്കുന്നതിനിടെ
അയാൾ ശത്രുവിനെ കണ്ടു. മഴക്കോട്ടും തൊപ്പിയും ധരിച്ച ഒരാൾ ജീപ്പിൽ നിന്നും തറയിലേക്ക് ഇറങ്ങുന്നു. നല്ല ആരോഗ്യമുള്ള ഒരാൾ. തൊപ്പിയിലൂടെ മഴവെള്ളം ഒഴുകുന്നതിനാൽ കാറിൽ നിന്ന് ഇറങ്ങിയ മനുഷ്യന്റെ മുഖം വ്യക്തമായിരുന്നില്ല. ചോരയുടെ രോഷത്തോടെ ചാടി എഴുന്നേറ്റു. മുഖത്തെ വെള്ളം കൈകൊണ്ട് തുടച്ചു കളയുമ്പോൾ വായിൽ ചോരയുടെ രുചി. എടാ! അലറിക്കൊണ്ട് അയാൾ ശത്രുവിന് നേരെ കുതിച്ചു ചാടി. മഴക്കോട്ടും തൊപ്പിയും അണിഞ്ഞ മനുഷ്യൻ പൊടുന്നനെ താഴേക്ക് കുനിഞ്ഞു. തനിക്ക് മീതെ കുതിച്ചു വീണ ഡേവിഡിന്റെ ഷർട്ടിലും ഇടുപ്പിലും പിടിമുറുക്കിക്കൊണ്ട് അയാൾ മേലേക്ക് ഉയർന്നു. പിന്നെ അയാളെ ഒന്ന് വട്ടം കറക്കി. തുടർന്ന് മഴവെള്ളത്തിലേക്ക് മലർത്തിയടിച്ചു. ആ! നടുവൊടിഞ്ഞു പോകുന്ന വേദനയിൽ എന്നവണ്ണം ഡേവിഡ് അലറിപ്പോയി. പക്ഷേ അടുത്ത നിമിഷം മഴക്കോട്ടണിഞ്ഞ മനുഷ്യന്റെ കാലിൽ ആഞ്ഞു ചവിട്ടി. അടിതെറ്റിയ ആളും ഡേവിഡിന്റെ മേലേക്ക് വീണു. ഇരുവരും പരസ്പരം പിടിച്ച് മഴവെള്ളത്തിൽ കിടന്നുരുണ്ടു. കോട്ടണിഞ്ഞ മനുഷ്യന്റെ തൊപ്പി തെറിച്ചുപോയി. ജീപ്പിന്റെ വെളിച്ചത്തിൽ തുറന്ന ജനാലയിലൂടെ രുക്മണിയും സീതയും ആ കാഴ്ച കണ്ട് അമ്പരന്നു. ആരാ മോളെ അത്? രുക്മണിയുടെ ശബ്ദം വിറച്ചു. ആർക്കറിയാം? ഒന്ന് നിർത്തിയിട്ട് സീത തുടർന്നു. വാതിലിൽ തട്ടിക്കൊണ്ടിരുന്ന ആളാവും ഒന്ന്. പക്ഷേ അടുത്തത്. അവർ നോക്കി നിൽക്കെ ഡേവിഡിനെ ചവിട്ടി തെറിപ്പിച്ചുകൊണ്ട് മഴക്കോട്ടണിഞ്ഞ ആൾ എഴുന്നേറ്റു. പിന്നെ ആളറിയാതിരിക്കാനാവണം പെട്ടെന്ന് തൊപ്പിയെടുത്ത് വച്ചു. കലി തുള്ളി പെയ്യുകയാണ് മഴ. വർദ്ധിച്ച വീര്യത്തോടെ ഡേവിഡും തറയിൽ നിന്ന് ഉയർന്നു. വായിൽ നിറഞ്ഞ വെള്ളം തുപ്പിക്കളഞ്ഞപ്പോൾ ചോരയുടെ രുചി അയാൾക്ക് അനുഭവപ്പെട്ടു. നായിന്റെ മോനെ, ഡേവിഡിന് നേരെ കൈ ഉയർത്താനായി നീ അല്ലേടാ? തന്തയ്ക്ക് പിറക്കായി കാണിക്കുന്ന ആരുടെ നേരെയും ഞാൻ കൈ ഉയർത്തും. ആ മനുഷ്യൻ ഉരുണ്ടു. താൻ ആദ്യമായാണ് ഈ ശബ്ദം കേൾക്കുന്നതെന്ന് ഡേവിഡിന് തോന്നി. ആരടാ നീ? കൈ ചുരുട്ടിക്കൊണ്ട് ഡേവിഡ് മുന്നോട്ടാഞ്ഞു. മുന്നിൽ നിന്നിരുന്ന മനുഷ്യൻ വേഗം മുകളിലേക്ക് ചാടി. അയാളുടെ മഴക്കോട്ട് കടവാവിന്റെ ചിറക് പോലെ ഒന്ന് വട്ടം കറങ്ങി. വലതുകാൽ വാൾ പോലെ വീശി വന്നു. കഴുത്തിനടിയേറ്റ് ഡേവിഡ് ജീപ്പിന്റെ ബോണറ്റിലേക്കും അവിടെ നിന്ന് ബമ്പറിലേക്കും വീണു. ആ മനുഷ്യൻ ഡേവിഡിന്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചുയർത്തി. ജീപ്പിന്റെ വെളിച്ചത്തിൽ അയാളുടെ കണ്ണുകൾ തീപ്പൊട്ടുകൾ പോലെ തിളങ്ങുന്നത് ഡേവിഡ് കണ്ടു. അതോടെ വല്ലാത്തൊരു ഭീതി അയാളെ വലയം ചെയ്തു. ഡേവിഡ്! ഇടിവെട്ടും പോലെ ആ മനുഷ്യന്റെ ശബ്ദമുയർന്നു. മറയൂരെ, നിന്റെ അവസാനത്തെ രാത്രിയായിരിക്കണം ഇത്. നാളെ നേരം പുലരുമ്പോ നീ ഇവിടം വിട്ടിരിക്കണം. അല്ലെങ്കിൽ... പറഞ്ഞതും അയാളുടെ മടക്കിയ കാൽമുട്ട് ഡേവിഡിന്റെ അടിവയറ്റിൽ ഒരാഘാതമായി ഇടിച്ചു കയറി. ഡേവിഡ് വായ് പൊളിച്ച് അല്പനേരം അങ്ങനെ തന്നെ ഇരുന്നു പോയി. ഒരു ചാക്കുകെട്ട് പോലെ ഡേവിഡിനെ ഉയർത്തി ആ മനുഷ്യൻ ജീപ്പിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇട്ടു. പൊയ്ക്കോ, ഞാൻ പറഞ്ഞതൊന്നും മറന്നു പോകരുത്. ഡേവിഡ് ആ മനുഷ്യനെ ഒരിക്കൽ കൂടി നോക്കി. പിന്നെ യാന്ത്രികമായി ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. കഴുത്തൊടിഞ്ഞതുപോലെ അയാളുടെ ശിരസ് മുന്നോട്ടാഞ്ഞ് സ്റ്റിയറിംഗ് വീലിൽ മുട്ടി. പിന്നെ വല്ല വിധേനയും തലയുയർത്തി ജീപ്പും തിരിച്ച് ഓടിച്ചു പോയി. ജീപ്പിന് പിന്നിലെ ചുവന്ന വെളിച്ചം കണ്ണിൽ നിന്ന് മറയുന്നത് വരെ ആ മനുഷ്യൻ അവിടെ തന്നെ നിന്നു. പിന്നെ സിറ്റ് ഔട്ടിലേക്ക് കയറി. ജനാലയ്ക്കിൽ നിന്നിരുന്ന രുക്മിണിയും സീതയും ഞെട്ടലോടെ പിന്നോട്ട് മാറി. മോളെ! സീതയുടെ കയ്യിൽ രുക്മിണി അമർത്തിപ്പിടിച്ചു. സീത എന്തോ പറയാൻ ഭാവിച്ചപ്പോഴേക്കും ജനാലയ്ക്കിൽ നിഴൽ പിടിച്ചു. രുക്മിണി! ഒരു ശബ്ദം. ഭയപ്പെടണ്ട, ഞാനാ. കാതിനുള്ളിൽ മഞ്ഞിൻ തുള്ളി വീണതുപോലെ കുളിര് തോന്നി രുക്മിണിക്ക്. കോരിച്ചൊരിയുന്ന മഴയുടെ ആരവത്തിനിടയിലും അവർ ആ സ്വരം തിരിച്ചറിഞ്ഞു. മോളെ! സന്തോഷം കൊണ്ട് രുക്മിണിയുടെ വാക്കുകൾ മുറിഞ്ഞു. അത് അദ്ദേഹമാ, നിന്റെ അച്ഛൻ. സീതയ്ക്ക് വിശ്വസിക്കാനായില്ല. അടുത്ത നിമിഷം കറണ്ട് വന്നു. രുക്മിണി പെട്ടെന്ന് വാതിൽ തുറന്നു. എസ് ഐ ധർമ്മരാജൻ തലയിലിരുന്ന തൊപ്പിയെടുത്തു മാറ്റി. പിന്നെ ഭാര്യയെയും മകളെയും ഇമ ചിമ്മാതെ നോക്കി നിന്നു. അച്ഛാ! സീത വിളിച്ചു. ഇത്രയും കാലം അച്ഛൻ എവിടെയായിരുന്നു? ഒക്കെ പറയാം. അയാൾ മഴക്കോട്ട് ഊരി മാറ്റി. പിന്നെ ഭാര്യയെയും മകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. തൽക്കാലം കുറച്ച് ദിവസം കൂടി ഞാൻ പുറം ലോകം അറിയാതെ കഴിയും. അതിനൊരു കാര്യമുണ്ട്, അയാൾ മെല്ലെ പറഞ്ഞു. എന്നെ രഹസ്യമായി ഇല്ലാതാക്കാൻ കൊണ്ടുപോയവർ ഇപ്പോഴും വിലസി നടക്കുന്നുണ്ട്. അവരെ എനിക്ക് വേണം. രുക്മിണിക്കും സീതയ്ക്കും ഭയം തോന്നി. ഒരു യുദ്ധം കൂടി തുടങ്ങുകയാണോ? മൂർത്തിയണ്ണ! പുറത്തുനിന്ന് പതിഞ്ഞ ശബ്ദത്തിൽ ഒരു വിളി കേട്ടാണ് തിരുമൂർത്തി കണ്ണു തുറന്നത്. നേരം പുലർന്നു വരുന്നതേയുള്ളൂ. മൂർത്തി തൻ്റെ ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന മക്കളെയും അതിനപ്പുറം കിടക്കുന്ന ഭാര്യയെയും ഒന്ന് നോക്കി. സുഖനിദ്രയിലാണവർ. പാവങ്ങൾ, ഉറങ്ങട്ടെ. തൻ്റെ നെഞ്ചിലിരുന്ന മകന്റെ കാൽ മെല്ലെ എടുത്തു മാറ്റിയിട്ട് തിരുമൂർത്തി എഴുന്നേറ്റു. ഒരിക്കൽ കൂടി പുറത്തുനിന്ന് വിളി കേട്ടു. ആരാ? ചോദിച്ചുകൊണ്ട് മൂർത്തി പുറത്തെ മുറിയുടെ വാതിൽക്കിലെത്തി. ഞാനാ അണ്ണ, ശെൽവം.
പുറത്തുനിന്ന് ടിപ്പർ ശെൽവത്തിന്റെ ശബ്ദം. എന്താടാ? തിരുമൂർത്തി വാതിൽ തുറന്നു. കേറി വാടാ. ശെൽവം അകത്ത് കയറി ഒരു കസേരയിൽ ഇരുന്നു. മൂർത്തി ഒരു ബീഡി കത്തിച്ചു. ഒരെണ്ണം ശെൽവത്തിന് കൊടുത്തു. 2 പുക വിഴുങ്ങിയിട്ട് ശെൽവം ശബ്ദം താഴ്ത്തി തിരക്കി. അണ്ണൻ വന്നിട്ട് ഇതുവരെ ലെനി മുതലാളിയെ കാണാൻ പോയില്ലേ? ഇല്ല. തന്റെ മുഖത്തുണ്ടായ വിളർച്ച ശെൽവം കാണാതിരിക്കാൻ തിരുമൂർത്തി പാടുപെട്ടു. എന്താ പോകാഞ്ഞത്? ശെൽവത്തിന്റെ പുരുകം ചുളിഞ്ഞു. മൂർത്തി ഒരു മാത്ര മൗനമായിരുന്നു. പിന്നെ പറഞ്ഞു, ആവതുള്ളപ്പോ നമ്മളെ മുന്നിൽ നിർത്താനും യുദ്ധം ജയിക്കാനും ഒക്കെ ആളുകളുണ്ടാവും ശെൽവം. ഒരു വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ. അയാൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ആ, അതൊക്കെ പോട്ടെ. ഇനിയെങ്കിലും ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാ ഞാൻ ലെനി മുതലാളിയുടെ അടുത്ത് പോകാഞ്ഞത്. അകത്തെ മുറിവാതിൽക്കൽ ദേവമ്മയുടെ മുഖം കണ്ടു. മുടി വാരിക്കെട്ടിക്കൊണ്ട് അവൾ ശെൽവത്തെ നോക്കി. ശെൽവത്തിന് കാപ്പി വേണോ? വേണം. ദേവമ്മ ഇരുവർക്കും കാപ്പി ഇട്ടു കൊടുത്തു. അതും മോതി കുടിച്ചുകൊണ്ടാണ് ശെൽവം പന്നകാരം വ്യക്തമാക്കിയത്. MLA ഗോപിദാസ് സാറിന് മൂർത്തിയണ്ണനെ അത്യാവശ്യമായി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ലെനിൻ മുതലാളി അറിവിതെന്നും പറഞ്ഞിട്ടുണ്ട്. തിരുമൂർത്തിയുടെ കണ്ണുകൾ കുറുകി. എന്താടാ കാര്യം? അതൊന്നും എന്നോട് പറഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, ഗോപിദാസ് സാറും ലെനിൻ മുതലാളിയും അത്ര രസത്തിലല്ല. നേരത്തെ മുതലേ അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന് മൂർത്തിക്കും അറിയാം. ശെൽവം തുടർന്നു. 2 പേർക്കും ഇലക്ഷന് നിൽക്കണമെന്നുണ്ട്. അതിൻ്റെ പേരിലാ ഇപ്പോഴത്തെ യുദ്ധം. തിരുമൂർത്തി അന്ന് അമർത്തി മൂളി. തന്നോടും ഭാര്യയോടും നന്ദികേട് കാണിച്ചവനാണ് ലെനിൻ മുതലാളി. ആ നിലയ്ക്ക് താൻ ഗോപിദാസ് സാറിൻ്റെ കൂടെ നിൽക്കുന്നതാണ് ബുദ്ധിയെന്ന് അയാൾക്ക് തോന്നി. എവിടെ വെച്ചാ ഗോപിദാസ് സാറിനെ കാണേണ്ടത്? മൂന്നാർ ഗസ്റ്റ് ഹൗസിൽ വെച്ച്, ഇന്നത്തെ ചർച്ചയ്ക്ക് ശേഷം. ശരി, തിരുമൂർത്തി സമ്മതിച്ചു. ടിപ്പർ ശെൽവം യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി. ഒരു കാറ്റ് വീശി. വൃക്ഷശിഖരങ്ങളിലും കരിമ്പോലെ തുമ്പുകളിലും തൂങ്ങി നിന്ന മഴത്തുള്ളികൾ ചിതറി വീണു. മുറ്റത്ത് നിന്ന് പല്ലു തേക്കുകയായിരുന്നു ശിവജി. അതിനിടെ അവൻ ചുറ്റുമൊന്ന് നോക്കി. താൻ ജയിലിലേക്ക് പോകുമ്പോൾ നെല്ല് വിളയുന്ന പാടങ്ങളായിരുന്നു ഇവിടെയെല്ലാം. ഇന്ന് എല്ലായിടത്തും കരിമ്പ്. നെൽകൃഷി ചെയ്യാൻ വെള്ളമില്ല. കുന്നിൻ മുകളിൽ നിൽക്കുന്ന ഗ്രാൻഡിസ് മരങ്ങൾ പ്രദേശത്തെ മുഴുവൻ ജലവും ഊറ്റിയെടുക്കുന്നു. കുടിവെള്ളം പോലും കിട്ടാനില്ലാതെ പാവപ്പെട്ട അമ്മമാരും സഹോദരിമാരും നെട്ടോട്ടമോടുന്നു. അവന് വല്ലാത്ത രോഷം തോന്നി. അറിയാതെ അവന്റെ പല്ലുകൾ ഞെരിഞ്ഞു. ഇത്തവണ കരിമ്പിന്റെ വിളവെടുത്ത് കഴിഞ്ഞാൽ മന്നവൻ ചോലയിൽ നിന്നെത്തുന്ന വെള്ളം പ്രയോജനപ്പെടുത്തി വീണ്ടും നെല്ല് വിളയിക്കണം അവൻ തീരുമാനിച്ചു. പെട്ടെന്നാണ് റോഡിൽ ഒരു വാഹനം വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടത്. ശിവജി അവിടേക്ക് നോക്കി. കറുത്ത BMW കാർ. കാറിന്റെ മുൻസീറ്റിൽ നിന്നിറങ്ങിയ കുഞ്ഞച്ചൻ പിന്നിലെത്തി ആദരവോടെ ഡോർ തുറന്നു പിടിച്ചു. അലക്സ് തോമസ് ഇറങ്ങി. തൂവെള്ള മുണ്ട് ഷർട്ടുമാണ് അയാളുടെ വേഷം. തോളിലൂടെ ഒരു മഞ്ഞ ഷാൾ ചുറ്റിയിട്ടുണ്ട്. ശിവജിയുടെ നെറ്റി ചുളിഞ്ഞു. അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അലക്സ് തോമസും പിന്നാലെ കുഞ്ഞച്ചന് കയറി വന്നു. തോമസ് മുതലാളി എന്താ രാവിലെ ഈ വഴിക്ക്? ശിവജി ഒരു മഗ്ഗിൽ വെള്ളമെടുത്ത് വായും മുഖവും കഴുകി. ശിവജിയെ കാണാൻ തന്നെ വന്നതാ. രാവിലെ വന്നില്ലെങ്കിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് തോന്നി. അതാ ഇത്ര നേരത്തെ. അലക്സ് തോമസ് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടുകൾക്കിടയിൽ തിരികി. രാവിലെ നല്ല തണുപ്പ്. അകത്തേക്കിരിക്കാം. തോളിൽ കിടന്നിരുന്ന തോർത്തെടുത്ത് മുഖം തുടച്ച് ശിവജി പറഞ്ഞു. വേണമെന്നില്ല. പേഴ്സണലായിട്ട് അല്പം സംസാരിക്കാൻ വന്നതാ ഞാൻ. അതിന് ഇവിടമാണ് നല്ലത്. അയാൾ സിഗരറ്റ് കത്തിച്ചു. പിന്നെ കുഞ്ഞച്ചനെയും ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു തുടങ്ങി. കഴിഞ്ഞ 1 മാസമായി ഞാൻ ഇവിടെ ഒരു ലോഡ്ജിലാണ് താമസം. ശിവജിക്ക് അറിയാമായിരിക്കും. അവൻ വെറുതെ തലയാട്ടി. കയ്യിലിരുന്ന കാശ് കൊടുത്ത് ഞാൻ കുറേ സ്ഥലം വാങ്ങിപ്പോയി. അതാണ് പറ്റിയ തെറ്റ്. ഞാൻ തുറന്നു പറയാം. ശിവജിയുടെ സഹായം എനിക്ക് വേണം. നീ ചോദിക്കുന്നത് എന്തും ഞാൻ തരാം. പകരം അവിടെ ഗ്രാൻഡിസ് മരങ്ങൾ നടാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണം. അലക്സ് തോമസ് പ്രതീക്ഷയോടെ അവനെ നോക്കി. ശിവജിയുടെ മുഖത്ത് ഒരു കാളിമ പടർന്നു. ഈ നാട്ടുകാരുടെ ലക്ഷ്യങ്ങൾക്ക് നേരെ വിരുദ്ധമായ കാര്യമാണ് തോമസ് മുതലാളി പറയുന്നത്. ഇക്കാര്യം നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ്. വീണ്ടും സംസാരിച്ച് മുഷിയണോ? ആ വാക്കുകൾക്കിടയിൽ ഒളിഞ്ഞിരുന്ന അർത്ഥം അലക്സ് തോമസും കുഞ്ഞച്ചനും തിരിച്ചറിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വാങ്ങിയ ഭൂമി എന്ത് ചെയ്യും ശിവജി? അലക്സ് തോമസിന്റെ വാക്കുകളിൽ നീരസം തിങ്ങി. അത് ഞാൻ പറഞ്ഞു തരണ്ട മുതലാളി. ഗ്രാൻഡിസ് മരം ഒഴികെ അവിടെ എന്തും കൃഷി ചെയ്യാമല്ലോ. ആപ്പിളോ ഓറഞ്ചോ സബർജല്ലിയോ അങ്ങനെ എന്തും. അലക്സ് പുച്ഛഭാവത്തിൽ ചിരിച്ചു. ആപ്പിളും ഓറഞ്ചും കൃഷി ചെയ്ത് ഇവിടെ തന്നെ കഴിയാനൊന്നും എന്നെ കിട്ടത്തില്ല. അത് തന്നെ കാര്യം. ശിവജി തലയിളക്കി. ഗ്രാൻഡിസ് മരങ്ങളാവുമ്പോൾ നട്ടിട്ട് അങ്ങ് പോകാം. ഇവിടുത്തെ ഭൂമിയുടെ ഉള്ളു വളർന്ന് വെള്ളം ഊറ്റിക്കുടിച്ച് അവയങ്ങ് തടിച്ചു കൊഴുത്തോളും. അതാണ് ലാഭം. പക്ഷേ ഇനി ഇവിടെ അത് നടക്കത്തില്ല മുതലാളി. ഉറപ്പാണോ?
അലക്സ് തോമസിന്റെ ഭാവവും മാറിത്തുടങ്ങി. അതെ, പുറത്തു വന്നിരിക്കുന്നത് ആരാണെന്നറിയാൻ ദുർഗയും ചെല്ലനും വന്ന് എത്തി നോക്കി. അലക്സ് തോമസ് തുടർന്നു. എങ്കിൽ ഞാൻ ഏതു മാർഗവും നോക്കാൻ പോവുക. രമ്യമായി നീങ്ങാൻ ഒരു തവണ കൂടി പരിശ്രമിച്ചില്ലെന്ന് വേണ്ട. അതുകൊണ്ട് മാത്രമാ ഇപ്പൊ വന്നത്. നിങ്ങളുടെ മാർഗം നിങ്ങൾക്ക് നോക്കാം, ഞങ്ങൾക്ക് ഞങ്ങളുടെയും. ശിവജി ചിരിച്ചു. അലക്സ് തോമസിന്റെ ഭാവം മാറി. നിങ്ങളുടെ നാടായതുകൊണ്ട് എന്തും മായിക്കളയാമെന്ന ചങ്കൂറ്റം വേണ്ട ശിവജി. അവിടെ ഗ്രാൻഡിസ് മരം നടാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും, എത്ര ചോര ഒഴിക്കേണ്ടി വന്നാലും. അയാൾ മുണ്ടു മടക്കി കുത്തി. വാടോ കുഞ്ഞച്ച. ഇരുവരും തിരിഞ്ഞു നടന്നു. മുതലാളി ഒന്ന് നിന്നേ, പിന്നിൽ നിന്നും ശിവജി പറഞ്ഞു. അലക്സ് തോമസ് നിന്നു. പിന്നെ തല തിരിച്ച് തോളിന് മുകളിലൂടെ നോക്കി. എന്താ? ഏതായാലും വെല്ലുവിളിച്ചിട്ട് പോവുകയാണല്ലോ, എങ്കിൽ ഇതുകൂടി കേട്ടോ. ശിവജിയുടെ വാക്കുകളിൽ അഗ്നി പടർന്നു. ഈ നിമിഷം മുതൽ നെഞ്ചിൽ ഒരു പിടി വെടിമരുന്ന് സൂക്ഷിക്കുകയാണ് ഞാൻ. ഈ നാടിനെ നശിപ്പിക്കുന്നവരെ ചുട്ടരിക്കാൻ, അല്ലെങ്കിൽ നാടിനു വേണ്ടി സ്വയം കത്തി അമരാൻ. കളി മുറുകിക്കഴിയുമ്പോ മേലുകീഴ് നോക്കത്തില്ല ഞാൻ. കഴിഞ്ഞ വർഷം പന്നിപ്പടക്കം പൊട്ടിച്ചത്ത നിങ്ങളുടെ അപ്പന്റെ ആണ്ടു കുർബാനയ്ക്ക് പോലും നിങ്ങളെ ഞാൻ ബാക്കി വെക്കത്തില്ല. ഇത് ശിവജിയുടെ വാക്കാ. കുപ്പിച്ചില്ലുകൊണ്ട് മനസ്സിൽ കോറിയിട്ടോ. അലക്സ് തോമസും കുഞ്ഞച്ചനും കിടുങ്ങിപ്പോയി. ശിവജിയുടെ രൗദ്രഭാവത്തിനു മുന്നിൽ അവർ പതറിപ്പോയി. എങ്കിലും വല്ല വിധേനയും അലക്സ് തോമസ് പറഞ്ഞൊപ്പിച്ചു. നമുക്ക് കാണാം. ആ, അങ്ങനെ തന്നെ. ശിവജി വെട്ടിത്തിരിഞ്ഞ് വീട്ടിനുള്ളിലേക്ക് കയറി. ദുർഗയും ചെല്ലനും ഭയന്നു നിന്നു. രാവിലെ 10 മണി. ലെനിന്റെ സെൽഫോൺ ശബ്ദിച്ചു. കണ്ടെയ്നർ സാബു വിളിക്കുന്നു. എന്താ കണ്ടെയ്നറെ? ലെനിൻ ഫോൺ കാതിൽ അമർത്തിക്കൊണ്ട് സുമോയുടെ ഗിയർ ചേഞ്ച് ചെയ്തു. മറയൂരിന് വരികയായിരുന്നു അവൻ. ഒപ്പം ഇരുമ്പ് കമാലുമുണ്ട്. ഒരു ചതി മണക്കുന്നത് പോലെ തോന്നുന്നു മുതലാളി. ഫോണിൽ സാബുവിന്റെ ശബ്ദം. എന്താ? ലെനിൻ സുമോയുടെ വേഗത അല്പം കുറച്ചു. രാവിലെ ടിപ്പർ ശെൽവം മൂർത്തിയണ്ണന്റെ അടുത്ത് പോയിരുന്നു. അവർ സംസാരിച്ചത് എന്താണെന്ന് അറിയില്ല. പക്ഷേ അല്പം മുമ്പ് മൂർത്തിയണ്ണൻ മൂന്നാറിന് പുറപ്പെട്ടിട്ടുണ്ട്. ലെനിന്റെ പുരികങ്ങൾ ഒന്ന് വളഞ്ഞു കൂർത്തു. മൂർത്തിയുടെ നീക്കങ്ങൾ അപ്പോൾ അറിയാൻ വേണ്ടത് ചെയ്യണം, ഇപ്പോൾ തന്നെ. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, സാബു പറഞ്ഞു. കുറച്ചു കാലത്തേക്ക് ലീവ് എടുത്ത് SI ഡേവിഡ് സാർ ഇവിടം വിട്ടു പോയി. ലെനിൻ ശരിക്കും ഞെട്ടി. എന്താ സാബു കാര്യം? അതറിയില്ല. പുലർച്ചയ്ക്ക് മുമ്പേ ഡേവിഡ് സാർ സ്ഥലം വിട്ടു. സ്റ്റേഷനിൽ പോലും ആരോടും ഒന്നും പറഞ്ഞില്ല. ഒഴിവേറിമോൻ. കാൽ കട്ട് ചെയ്തുകൊണ്ട് ലെനിൻ സുമോ ഇടതുവശത്തേക്ക് ചേർത്ത് നിർത്തി. ഇരുമ്പുകമാൽ ലെനിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ലെനിൻ വേഗം ചോര ഡേവിഡിന്റെ സെൽഫോൺ നമ്പറുകളിൽ കുത്തി. സ്വിച്ച് ഓഫ് എന്ന മറുപടിയാണ് കിട്ടിയത്. നാശം പിടിക്കാൻ. അവൻ കമാലിന്റെ നേരെ തിരിഞ്ഞു. ഇരുമ്പേ, ഇനി നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പാളയത്തിൽ തന്നെ ഒരു പടം രൂപം കൊള്ളുന്നോ എന്നൊരു സംശയം. ഒന്നും മനസ്സിലായില്ലെങ്കിലും ഇരുമ്പ് കമാൽ പിടഞ്ഞുണർന്നു. മുതലാളി വിഷമിക്കണ്ട. പടം നയിക്കാൻ പറ്റിയ ഒരുത്തനെയും ഞാൻ ബാക്കി വെക്കില്ല. അയാളുടെ പല്ലുകൾ ഞെരിഞ്ഞുടയുന്ന ശബ്ദം ലെനിൻ കേട്ടു. സമയം 12:30. മൂന്നാർ ഗസ്റ്റ് ഹൗസ്. റോഡിൽ കാത്തു നിൽക്കുകയായിരുന്നു ടിപ്പർ ശെൽവം. ഒരു ഓട്ടോയിൽ തിരുമൂർത്തി അയാൾക്കരികിൽ ചെന്നിറങ്ങി. മൂർത്തിയണ്ണൻ ഒരുപാട് വൈകി. സാറ് കാത്തിരുന്ന് മോഷിച്ചിട്ടുണ്ടാവും. വരയാടുകളെ കാണാൻ വരുന്നവരുടെ തിരക്ക് കാരണം റോഡ് ബ്ലോക്കായി, അതാ പറ്റിയത്, മൂർത്തി പറഞ്ഞു. എന്നാൽ ഇനി സമയം കളയണ്ട, വാ. ഇരുവരും ഗസ്റ്റ് ഹൗസിലേക്ക് കയറി. 12-ാം റൂമിലുണ്ടായിരുന്നു MLA ഗോപിദാസ്. മുന്നിലെ ടീപ്പോയിൽ കുറച്ച് കഴിച്ചതിന്റെ ബാക്കി മദ്യവും ചെമ്മീൻ വറുത്തതും ചപ്പാത്തിയും. വാ മൂർത്തി, എന്നിരിക്കെ. അയാൾ കസേരയിലേക്ക് കൈ ചൂണ്ടി. ഒന്ന് മടിച്ചെങ്കിലും മൂർത്തി ഇരുന്നു. എന്നിട്ട് ഗോപിദാസിന്റെ മുഖത്തേക്ക് നോക്കി. വല്ലാത്ത ചുവന്ന മുഖം. കടുത്ത ടെൻഷൻ അനുഭവിക്കുന്നുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. ഒഴിച്ചു കഴിക്ക്, ഗോപിദാസ് പറഞ്ഞു. തിരുമൂർത്തി ടിപ്പർ ശെൽവത്തെ നോക്കി കണ്ണുകൊണ്ടൊരു അടയാളം കാട്ടി. അയാൾ 2 ഗ്ലാസുകളിൽ മദ്യം പകർന്ന് സോഡ കലർത്തി ഒരു ഗ്ലാസ് മൂർത്തിക്ക് കൊടുത്തു. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് താൻ കുടിക്കുന്നതെന്ന് മൂർത്തി ഓർത്തു. ഇപ്പോൾ കുടിക്കാനിരുന്ന MLAയുടെ ഉള്ളിലിരിപ്പ് അറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. അയാൾ മെല്ലെ കുടിച്ചു തുടങ്ങി. ഒരു പിടി ചെമ്മീൻ വാരി വായിലിട്ട് ചവച്ചുകൊണ്ട് ഗോപിദാസ് പറഞ്ഞു. തിരുമൂർത്തി, ആദ്യകാലത്ത് നീ എൻ്റെ ആളായിരുന്നു. പിന്നെയാണ് ലെനിൻ്റെ ഒപ്പം ചേർന്നത്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തു ചെയ്യാനുള്ള നിന്റെ മനസ്സ് എനിക്കറിയാം. അതാണിപ്പോൾ നിന്നെ വീണ്ടും എൻ്റെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. ഗോപിദാസ് ഒരിറക്കം മദ്യം കൂടി അകത്താക്കി. തിരുമൂർത്തി കേട്ടിരുന്നു. ഇപ്പോൾ എനിക്ക് നിന്നെ കൊണ്ടൊരു അത്യാവശ്യമുണ്ടായിരിക്കുന്നു. നീ എന്നെ സഹായിക്കില്ലേ? ഗ്ലാസ് ടീപ്പോയിൽ വെച്ച് മൂർത്തി നിവർന്നു. ഗോപി സാറിന് എന്നെ വിശ്വസിക്കാം. ഒപ്പം നിന്നിട്ടും തൻ്റെ ഭാര്യയെ ചതിച്ച ലെനിൻ്റെ മുഖമായിരുന്നു അപ്പോൾ മൂർത്തിയുടെ മനസ്സിൽ. ഇത്തവണ ഇലക്ഷനിൽ ജയിച്ചാൽ ഞാൻ മന്ത്രിയാ. പക്ഷേ
ഞാൻ നിൽക്കാൻ എൻ്റെ മോൻ സമ്മതിക്കുന്നില്ല. ഇത്രയും കാലം MLA ആയിരുന്ന ഞാൻ ഒരു വട്ടമെങ്കിലും മന്ത്രിയാകണ്ടേ? അതല്ലേ ന്യായം? പ്രതീക്ഷയോടെ അയാൾ മൂർത്തിയെ നോക്കി. ഇക്കാര്യത്തിലാണ് എനിക്ക് നിന്റെ സഹായം വേണ്ടത്. നമ്മുടെ മണ്ഡലത്തിൽ ഞാൻ തന്നെ മത്സരിക്കണം, ജയിക്കണം, മന്ത്രിയാകണം. ഞാൻ ഞാൻ എന്തു വേണം? മൂർത്തി തിരക്കി. ലെനിൻ മത്സരിക്കാൻ പാടില്ല. അതിന് നിനക്ക് ഏത് മാർഗവും സ്വീകരിക്കാം. ലെനിനെ കൊല്ലണമെങ്കിൽ അങ്ങനെ പോലും. പക്ഷേ ഇതിനൊക്കെ പിന്നിൽ ഞാനാണെന്ന് മാത്രം ആരും അറിയരുത്. തിരുമൂർത്തി മാത്രമല്ല, ടിപ്പർ ശെൽവവും കിടുങ്ങിപ്പോയി. പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ ഗോപിദാസ് എഴുന്നേറ്റു. എന്നിട്ട് കിടക്കയിലിരുന്ന ബ്രീഫ് കേസ് തുറന്ന് 1000-ന്റെ 2 നോട്ടുകെട്ടുകളെടുത്ത് ടീപ്പോയിൽ വെച്ചു. ഇത് അഡ്വാൻസ് മാത്രം. ഗോപിദാസിന്റെ മുഖത്തേക്കും ആ നോട്ടുകെട്ടുകളിലേക്കും ഒരു നിമിഷം നോക്കിയിരുന്നു തിരുമൂർത്തി. പിന്നെ ഇടം കണ്ണുകൊണ്ട് ടിപ്പർ ശെൽവത്തെ നോക്കി. പണം എടുത്തുകൊള്ളാൻ ശെൽവം കണ്ണു കാണിച്ചു. മൂർത്തി നോട്ടുകെട്ടുകൾ എടുത്ത് മടിയിൽ തിരുകി. ഗോപിദാസ് ചിരിച്ചു. കാര്യം എങ്ങനെ നടത്തണമെന്നുള്ളത് ഞാൻ മൂർത്തിക്ക് വിടുന്നു. എന്താ? മതി, അത് മതി. അല്പം മദ്യം കൂടി പകർന്നു കുടിച്ചിട്ട് തിരുമൂർത്തി എഴുന്നേറ്റു. ഗോപിദാസിനോട് യാത്ര പറഞ്ഞിട്ട് ശെൽവത്തെയും കൂട്ടി അയാൾ മടങ്ങി. ഗസ്റ്റ് ഹൗസിന് തെല്ലകലെ നിർത്തിയിട്ടിരുന്ന ഒരു ജീപ്പിലിരുന്ന് 2 പേർ അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇരുമ്പ് കമാലിന്റെ ആളുകൾ. തിരുമൂർത്തിയും ശെൽവവും ഗേറ്റിന് പുറത്തെത്തുമ്പോൾ അവർ കമാലിനെ വിളിച്ചു. ഇക്ക. തിരുമൂർത്തിയും ടിപ്പർ ശെൽവവും മൂന്നാർ ഗസ്റ്റ് ഹൗസിൽ നിന്ന് മടങ്ങി. അവർ ആരെ കാണാനാടാ അവിടെ ചെന്നത്? ഇരുമ്പ് കമാൽ അമ്പരന്ന് പോയി. കോൾ കട്ട് ചെയ്തിട്ട് അയാൾ ഉടൻ തന്നെ ലെനിനോട് വിവരം പറഞ്ഞു. ലെനിന്റെ പുരുകങ്ങൾ ചുരുങ്ങു. അങ്ങനെ ഒരു കൂടിക്കാഴ്ചയുടെ കാര്യം എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടുന്നില്ലല്ലോ കമാലെ. സൂപ്പർ മാർക്കറ്റിലെ തന്റെ പേഴ്സണൽ റൂമിലൂടെ ലെനിൻ അസ്വസ്ഥനായി അങ്ങിങ്ങു നടന്നു. നമുക്ക് അവന്മാരെ അങ്ങ് പൊക്കിയാലോ മുതലാളി? കമാൽ ലെനിനെ നോക്കി. പാടില്ല. മൂർത്തി അപകടകാരിയാണ്. അതുകൊണ്ട് തൽക്കാലം ഒന്നും മറിഞ്ഞതായി ഭാവിക്കണ്ട. അവന്റെ ഓരോ ചലനവും ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക. കമാൽ സമ്മതിച്ചു. ആ നേരത്ത് ബസ്സിൽ കയറി കഴിഞ്ഞിരുന്നു തിരുമൂർത്തിയും ശെൽവവും. 3 പേർക്കിരിക്കാവുന്ന ഒരു സീറ്റിൽ തലയുടെ പകുതി ഭാഗവും തോൾത്തുണ്ടുകൊണ്ട് മറച്ചു കെട്ടിയ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. തിരുമൂർത്തി ആ മുഖത്തേക്കൊന്ന് പാളി നോക്കി. ഒരു ഞെട്ടൽ. എടാ ഭഗവതി! ശബ്ദം താഴ്ത്തിയാണ് വിളിച്ചതെങ്കിലും ഭഗവതിയപ്പൻ കിടുങ്ങിത്തിരിഞ്ഞു. മൂർത്തിയണ്ണ, നീ എന്താടാ ഇവിടെ? ഇങ്ങനെ ഒളിച്ചു കഴിയുമല്ലേ ഞാൻ. കയ്യബദ്ധം പറ്റിയതാണെങ്കിലും മണ്ണാരപ്പെട്ടിയിൽ വെച്ച് ഒരു കൊലക്കേസ് കുടുങ്ങിപ്പോയില്ലേ? മൂർത്തി തലയിളക്കി. എന്തായാലും ഇപ്പോൾ നിന്നെ കണ്ടത് നന്നായി. ചില സത്യങ്ങൾ നിന്നോട് എനിക്ക് പറയാനുണ്ട്. ഭഗവതിയപ്പന് ഒന്നും പിടികിട്ടിയില്ല. ബസ് നീങ്ങി തുടങ്ങി. അവനവിടെ വിലസുകയാ അല്ലേ അണ്ണാ ആ ശിവജി? പല്ല് ഞെരിച്ചുകൊണ്ടാണ് ഭഗവതിയപ്പൻ തിരക്കിയത്. അതേക്കുറിച്ച് തന്നെയാ എനിക്ക് പറയാനുള്ളതും. വാസ്തവത്തിൽ നീ തെറ്റിദ്ധരിക്കുകയായിരുന്നു ഭഗവതി. മൂർത്തി അല്പം കൂടി ചേർന്നിരുന്നു. എന്നിട്ട് അവന്റെ കാതിനടുത്തേക്ക് ചുണ്ടടുപ്പിച്ചു പറഞ്ഞു. നിന്റെ പെങ്ങളെ കൊന്നത് ശിവജിയല്ല ഭഗവതി. എല്ലാറ്റിനും ഞാൻ സാക്ഷിയാണ്. തലയിൽ ഒരു ബോംബ് പതിച്ച അനുഭവമായിരുന്നു ഭഗവതിയപ്പന്. എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ വിശ്വസിക്കണം. 10 വർഷം മുമ്പ് കുരിശുമലയിൽ വെച്ച് നടന്ന ദാരുണമായ കൊലപാതകം മൂർത്തിയുടെ മനസ്സിൽ തെളിഞ്ഞു. അന്ന് നടന്നതെല്ലാം അയാൾ ഭഗവതിയപ്പനോട് പറഞ്ഞു. ഭഗവതിയപ്പൻ്റെ മുഖം ചുവന്നു. കടപ്പല്ലുകൾ അമർന്നു ഞെരിഞ്ഞു. അവൻ ചാടി എഴുന്നേറ്റു. ആളിറങ്ങണം. ഇവിടെ സ്റ്റോപ്പില്ല, കണ്ടക്ടർ പറഞ്ഞു. അത് ഞാൻ തീരുമാനിക്കാം. അവൻ പെട്ടെന്ന് ബെല്ലടിച്ചു. ബസ് നിന്നു. ഭഗവതി, നീ എങ്ങോട്ടാ? തിരുമൂർത്തിയുടെ ചോദ്യം അവൻ ശ്രദ്ധിച്ചില്ല. വാതിൽക്കിലേക്ക് കുതിക്കുകയായിരുന്നു ഭഗവതിയപ്പൻ. അയാൾ ശരവേഗത്തിൽ റോഡിലൂടെ പാഞ്ഞു. അന്ന് പകൽ 3 മണി. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് തിരുമൂർത്തി ലെനിന്റെ മുന്നിൽ എത്തിയത്. കാന്തല്ലൂര് കരിമ്പിൻ തോട്ടത്തിൽ. അല്ല, ഇതാര്? മൂർത്തിയോ? ലെനിൻ അത്ഭുതം ഭാവിച്ചു. ഞാൻ എത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഇത്രയും ദിവസം മനഃപൂർവ്വം ലെനിൻ മുതലാളിയുടെ മുന്നിൽ എത്താതിരുന്നതാ. അതിന് കാരണമുണ്ട്. അയാൾ ശബ്ദം താഴ്ത്തി. ഇരുമ്പുകമാലും കണ്ടെയ്നർ സാബുവും ഉണ്ടായിരുന്നു ലെനിന്റെ അരികിൽ. മനസ്സിലായില്ല? ലെനിൻ പറഞ്ഞു. അതായത്, മൂർത്തി വിശദീകരിച്ചു, നമ്മൾ തമ്മിൽ ഇപ്പോൾ അടുപ്പത്തിലല്ലെന്ന് മറ്റുള്ളവർ കരുതണം. അതിനുവേണ്ടി ഒരു നമ്പർ ഇട്ടതാ. അതിന് ഫലവുമുണ്ടായി. അതെന്താ? ഒന്നും മനസ്സിലാകാതെ തിരുമൂർത്തിയെ ലെനിൻ തുറച്ചു നോക്കി. ഇനി ഞാൻ പറയുന്നത് ലെനിൻ മുതലാളി ശ്രദ്ധിച്ചു കേൾക്കണം. അടുത്ത ആരുമില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും തിരുമൂർത്തി ശബ്ദം താഴ്ത്തി. നീ പറ. ലെനിന്റെ അസ്വസ്ഥതയും ഉത്കണ്ഠയും വർദ്ധിച്ചു. മൂർത്തി ഇരുമ്പ് കമാലിനെയും കണ്ടെയ്നർ സാബുവിനെയും ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു. ഒന്നും അറിഞ്ഞതായി മുതലാളി ഭാവിക്കരുത്. ഗോപിദാസ് സാർ എന്നെ മൂന്നാർ ഗസ്റ്റ് ഹൗസിലേക്ക് വിളിപ്പിച്ചിരുന്നു.
താൻ ആ കാര്യം അറിഞ്ഞില്ലെന്ന മട്ടിൽ ലെനിൻ ശ്രദ്ധിച്ചിരുന്നു. മൂർത്തി തുടർന്നു. ശിവജിയുമായി ഗോപിദാസ് സാറിന് എന്തോ ധാരണ ഉണ്ടാക്കണം. അതിന് ഞാൻ സഹായിക്കണമെന്ന്. ലെനിൻ്റെ പുരുകൻ ചൊടിഞ്ഞു. എന്തു ധാരണ? അത് നേരിട്ട് പറഞ്ഞുകൊള്ളാം എത്രേ. ലെനിനു മാത്രമല്ല, ഇരുമ്പു കമാലിനും കണ്ടെയ്നർ സാബുവിനും ഉണ്ടായി അമ്പരപ്പ്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ സമ്മതിച്ചു. ഏ? അതെ, ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ ഗോപിദാസ് സാർ ആ ദൗത്യം മറ്റൊരാളെ ഏൽപ്പിക്കും. അങ്ങനെ വന്നാൽ നമുക്ക് കാര്യം എന്താണെന്ന് അറിയില്ലല്ലോ. ഞാനാകുമ്പോൾ ലെനിൻ സാറിന് അപ്പോൾ വിവരം അറിയാം. തിരുമൂർത്തി ആ ചെയ്തത് ബുദ്ധിയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നി. ഒരു ബീഡി കത്തിച്ചുകൊണ്ട് മൂർത്തി പല്ലിറുമി. നമുക്ക് ശിവജിയോട് തീർക്കാൻ പല കണക്കുകളുമുണ്ടല്ലോ. അതിന് പറ്റിയ അവസരമായത്. മാത്രമല്ല, ഇലക്ഷന് നിൽക്കാൻ ഗോപിദാസ് സാറിന് താല്പര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നതല്ല, അത് നേരാ, ലെനിൻ പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ശിവജിയും ഗോപിദാസ് സാറും കണ്ടുമുട്ടുന്ന ദിവസം ശിവജിയെ നമ്മൾ പരലോകത്തേക്ക് അയക്കും. അതിനു പിന്നിൽ ഗോപിദാസ് സാറാണെന്ന് വരുത്തി തീർക്കും. എന്തു പറയുന്നു? അതുകൂടി കേട്ടതോടെ ലെനിന് തിരുമൂർത്തിയിൽ ഉണ്ടായിരുന്ന സംശയങ്ങൾ മുഴുവൻ തീർന്നു. മൂർത്തി, നീയാടാ നന്ദിയുള്ളവൻ. എല്ലാം മറന്ന് തിരുമൂർത്തിയെ ലെനിൻ കെട്ടിപ്പിടിച്ചു. മൂർത്തി ഉള്ളിൽ ചിരിച്ചു. മൂന്നാർ ഗസ്റ്റ് ഹൗസിൽ പോയി താൻ ഗോപിദാസ് സാറിനെ കണ്ടത് ലെനിൻ അറിഞ്ഞു കാണുമെന്ന് മൂർത്തിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് വളരെ തന്ത്രപൂർവ്വം ഇങ്ങനെയൊരു നാടകം കളിച്ചത്. അയാൾ ഇത്രയും കൂടി ലെനിനോട് പറഞ്ഞു. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഞാൻ ലെനിൻ മുതലാളിയെ നേരിൽ കാണൂ. നമ്മൾ തമ്മിൽ പഴയതുപോലെയുള്ള അടുപ്പമില്ലെന്ന് തന്നെ മറ്റുള്ളവർ കരുതിക്കോട്ടെ. ലെനിൻ സമ്മതിച്ചു. പിറ്റേന്ന് രാവിലെ അവറാച്ചൻ ശിവജിയുടെ അടുത്തെത്തി. അങ്ങിങ്ങ് പൂത്തു നിൽക്കുന്ന കരിമ്പിൻ തോട്ടത്തിലേക്ക് നോക്കിക്കൊണ്ട് അയാൾ തിരക്കി. ശിവജി, കുറച്ച് നേരത്തെ നമുക്ക് ശർക്കര പിടിച്ചാലോ? ഞാനും അത് ചിന്തിക്കുകയായിരുന്നു അവറാച്ച. ആലയുടെ പണി തുടങ്ങിക്കോ. തോട്ടത്തിൽ പറ്റിയ ഒരു സ്ഥലമൊരുക്കി അന്ന് തന്നെ അവർ പണി ആരംഭിച്ചു. അവറാച്ചൻ്റെ ആളുകൾ തമിഴ്നാട്ടിൽ നിന്നും പുതിയ കൊപ്പറയും തടിപ്പെട്ടിയും കൊണ്ടുവന്നു. പെട്ടെന്ന് തന്നെ ലെനിൻ വിവരം അറിഞ്ഞു. അവനും അലക്സ് തോമസും ഒരു യാത്രയിലായിരുന്നു. ഇത് അവൻ്റെ അവസാനത്തെ ശർക്കര പിടുത്തം അലക്സേ. ആ കൊപ്പറയിൽ തന്നെ അവനും ഞാൻ അന്ത്യമൊരുക്കും. പിന്നെ നിങ്ങളുടെ ഗ്രാൻഡിസ് തോട്ടത്തിന് ആരും എതിര് നിൽക്കില്ല. ലെനിൻ ഒരു സിഗരറ്റ് കത്തിച്ചു. അലക്സ് തോമസിന് സന്തോഷമായി. എൻ്റെ എന്ത് സഹായവും ലെനിന് പ്രതീക്ഷിക്കാം. ഇലക്ഷന് വേണ്ടി നല്ലൊരു തുക ഞാൻ മുടക്കുകയും ചെയ്യാം. അത് വേണം. ലെനിൻ ചിരിച്ചു. എന്നു മുതലാണ് ശിവജി ശർക്കര പിടിക്കുന്നതെന്ന് അറിയാൻ ലെനിൻ അപ്പോൾ തന്നെ ആളെ ഏർപ്പാടാക്കി. അപ്പോഴേക്കും ആലയുടെ മേൽക്കൂര തയ്യാറായി കഴിഞ്ഞിരുന്നു. കൊപ്പറ അടുപ്പിൻ്റെയും നിലമൊരുക്കുന്നതിൻ്റെയും പണികൾ അവറാച്ചൻ്റെ ആളുകൾ ഭംഗിയായി ചെയ്തുകൊണ്ടിരുന്നു. ചെല്ലനും സന്തോഷത്തോടെ അവർക്കൊപ്പം ചേർന്നു. ശർക്കരയുണ്ട പിടിക്കുന്ന സീസൺ അവന് ഉത്സവകാലമാണ്. പകൽ നേരങ്ങളിൽ അമരാവതി തള്ളയും അവിടെ വന്നു പോയിക്കൊണ്ടിരുന്നു. മീനാക്ഷിയമ്മ ഉണ്ടായിരുന്നേ എല്ലാത്തിനും അവൾ മുൻനിരയിൽ കണ്ടേനെ. തള്ള ഇടയ്ക്കിടെ പിറുപിറുക്കും. അപ്പോൾ ശിവജിക്കും ദുർഗയ്ക്കും സങ്കടം തോന്നും. ചെല്ലൻ്റെ കണ്ണു നിറയും. പണിക്കാർക്ക് ഭക്ഷണം വിളമ്പുന്ന തിരക്കിലായിരുന്നു ദുർഗ. ഒരു നിമിഷം അത് നിർത്തിയിട്ട് അവൾ ദീർഘനിശ്വാസത്തോടെ അമരാവതി തള്ളയെ നോക്കി. പടിക്കൽ ഒരു പോലീസ് ജീപ്പ് വന്നു നിന്നു. അതിൽ നിന്ന് ഒരു കാക്കിധാരി ഇറങ്ങി. ഉടനെ ദുർഗയുടെ മുഖം തെളിഞ്ഞു. അയ്യോ, ആന്റണി സാർ, അവൾ ഉത്സാഹത്തോടെ പറഞ്ഞു. ചിരിച്ചുകൊണ്ട് ആന്റണി കയറി വന്നു. ഒരാൾക്ക് കൂടിയുള്ള ഭക്ഷണം ഉണ്ടാവുമോ ശിവജി? അതിനെന്താ, സാറ് കൈ കഴിയാട്ടെ. ഞാൻ വെറുതെ ചോദിച്ചാടോ. ആന്റണി ഒരു കസേര വലിച്ചിട്ട് ഇരുന്നു. പിന്നെ ദുർഗയെ ഒന്ന് പാളി നോക്കി. അവളുടെ മുഖത്ത് ഒരു കുസൃതിച്ചിരി വിടർന്നു. അങ്ങനെ സാറിന് യൂണിഫോം തിരിച്ചു കിട്ടി അല്ലേ? ശിവജി തിരക്കി. അതെ, ഇനിയാണ് കളികൾ. അയാൾ തൊപ്പിയെടുത്ത് ടീപ്പോയിൽ വെച്ചു. SI ഡേവിഡ് സാർ നാട് വിട്ടതിൻ്റെ കാര്യം വല്ലതും അറിഞ്ഞു സാറേ? അവറാച്ചൻ ചോദിച്ചു. ഇല്ല, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അയാളുടെ സെൽഫോൺ സ്വിച്ച് ഓഫ് മോഡിലാണ്. സാരമില്ല, അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. ആട്ടെ, നിങ്ങളെപ്പോഴാ ശർക്കര പിടിച്ചു തുടങ്ങുന്നത്? മറ്റന്നാ. ഞാനും വരുന്നുണ്ട്. ആദ്യം മുതൽ എനിക്ക് അതൊന്ന് കാണണം. അപ്പോഴേക്കും നബി മജീദും എത്തിച്ചേർന്നു. പുതിയ ചില വിവരങ്ങൾ അവന് പറയാനുണ്ടായിരുന്നു. ലെനിൻ്റെ നേതൃത്വത്തിലുള്ള എന്തോ ചില പദ്ധതികൾ ഒരുങ്ങുന്നുണ്ടെന്ന് എൻ്റെ പിള്ളേര് പറയുന്നു. നമ്മളൊന്ന് കരുതുന്നത് നല്ലതാ. ആ അലക്സ് തോമസും ഇപ്പോൾ ലെനിൻ്റെ കൂടെയുണ്ട്. ശിവജി ഒരു നിമിഷം ചിന്തിച്ചു നിന്നു. എങ്കിൽ അവരുടെ ലക്ഷ്യം ഞാൻ തന്നെയാവും മജീദേ. അത് കേട്ടപ്പോൾ ദുർഗയ്ക്ക് പേടി തോന്നി. എങ്കിലും ആന്റണി തിരികെ സർവീസിൽ പ്രവേശിച്ചത് അവൾക്കൊരു ആശ്വാസം തന്നെയായിരുന്നു. രാവിലെ കോളിംഗ് ബെൽ മുഴങ്ങുന്നത് കേട്ട് സുധാമണി ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ ശിവജിയും നബി മജീദും. അവരെ കണ്ടപ്പോൾ സുധാമണിയുടെ മുഖം കറുത്തു. എന്തു വേണം? അനിഷ്ടത്തോടെയുള്ള ചോദ്യം. MLA സാറിനെ ഒന്ന് കാണണമായിരുന്നു, നേർത്ത ചിരിയോടെ ശിവജി പറഞ്ഞു. അവൻ ദേഷ്യത്തിലല്ലെന്ന് കണ്ടപ്പോൾ സുധാമണിക്ക് അല്പം ആശ്വാസം തോന്നി. ഇവിടെ നിൽക്ക്, ഞാൻ അദ്ദേഹത്തോട് വിവരം പറയാം.
സുധാമണി പിന്തിരിഞ്ഞു. ശിവജിയും നാബി മജീദും പരസ്പരം നോക്കി. മുറ്റത്തും മതിലിനപ്പുറത്തെ കവുങ്ങിൻ തൊപ്പിലുമൊക്കെ മഞ്ഞ് തങ്ങി നിൽക്കുന്നു. ആകാശം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുപോലെ. പെട്ടെന്ന് ശിവജിയുടെ പുരുകം ചുളിഞ്ഞു. അവൻ മജീദിനെ ഒന്നും തോണ്ടി. അത് കണ്ടോ? മജീദും അവിടേക്ക് നോക്കി. അവിടെ മതിലിന് മുകളിൽ തലയിലൂടെ മഫ്ലർ ചുറ്റിയ ഒരു മനുഷ്യൻ അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുന്നു. മഞ്ഞുള്ളതിനാൽ കാഴ്ച അവ്യക്തം. ആരാവോ അത്? ശിവജി സ്വരം താഴ്ത്തി. ഒന്നുകിൽ MLAയുടെ ശത്രു, അല്ലെങ്കിൽ ലെനിൻ്റെ ശത്രു. ഇത് രണ്ടുമല്ലെങ്കിൽ നമ്മുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കാമെന്ന ആരോ, അവൻ പറഞ്ഞു. എന്താ ശിവജി രാവിലെ? പിന്നിൽ MLA ഗോപിദാസിന്റെ ശബ്ദം. ഇരുവരും അകത്തേക്ക് തിരിഞ്ഞു. സാറിനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, പറഞ്ഞിട്ട് അവൻ വീണ്ടും മതിലിന് നേർക്ക് കണ്ണയച്ചു. അപ്പോൾ ആ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നില്ല. കയറി വാ, ഗോപിദാസ് ക്ഷണിച്ചു. ശിവജിയും മജീദും അകത്ത് കയറി മടി കൂടാതെ ഇരുന്നു. സുധാമണി ഇരുവർക്കും കാപ്പി കൊണ്ടുവന്നു കൊടുത്തു. MLAക്ക് കടുജായി. ഇനി പറ. ഒരിറക്ക് കടുജായ കുടിച്ചിട്ട് ഗോപിദാസ് കപ്പ് ടീപ്പോയിൽ വെച്ചു. സാറിൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് എനിക്ക് വീടും പറമ്പും തിരിച്ചു കിട്ടിയത്, ശിവജി പറഞ്ഞു തുടങ്ങി. നല്ല മനസ്സ്. ഗോപിദാസിന്റെ മനസ്സിൽ ഒരു വന്യമൃഗം ചുരമാന്തി. ഈ കഴിവേറി മോൻ്റെ ഭീഷണി കാരണമാണ് തനിക്കതൊക്കെ വിട്ടുകൊടുക്കേണ്ടി വന്നത്. പക്ഷേ അയാൾ ഒന്നും പുറത്തു കട്ടിയില്ല. പകരം വെളുക്കെ ചിരിച്ചു. അതൊക്കെ നിനക്ക് അർഹതപ്പെട്ടതായിരുന്നു ശിവജി. അതുകൊണ്ടാ ഞാനതൊക്കെ തന്നത്. അതവിടെ നിൽക്കട്ടെ, നീ വന്ന കാര്യം പറയും. അയാൾ കപ്പുയർത്തി ഒരിറക്ക് കടുംചായ കൂടി കുടിച്ചു. പറയാം. നാളെ ഞങ്ങൾ അവിടെ നിന്ന് കരിമ്പ് വെട്ടി ശർക്കര പിടിക്കാൻ പോവുകയാ. അതിൻ്റെ ഉദ്ഘാടനം സാറ് തന്നെ നടത്തി തരണം. ഗോപിദാസ് ഒരു നിമിഷം ചിന്തിച്ചിരുന്നു. അതൊക്കെ വേണോ ശിവജി? വേണം. അതെൻ്റെ ഒരു ആഗ്രഹമാ. സാർ എതിര് നിൽക്കരുത്. പൊടുന്നനെ ഗോപിദാസിന്റെ ഉള്ളിൽ ഒരു ബുദ്ധി തെളിഞ്ഞു. താൻ അവിടെ പോയി അങ്ങനെ ഒരു കർമ്മം ചെയ്താൽ നേട്ടം പലതാണ്. ഇലക്ഷനിൽ തനിക്ക് ശിവജിയുടെ പിന്തുണയുണ്ടാകും. ശിവജിയും നാബി മജീദും കൂടെ ഉണ്ടെങ്കിൽ കാന്തല്ലൂരിലെ വോട്ട് മുഴുവൻ തൻ്റെ കീശയിലാവും. ലെനിൻ ഇതറിയുന്നുണ്ടോ എന്നറിയാൻ ഗോപിദാസ് ചുറ്റും നോക്കി. ഇല്ല, അവൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ലെന്ന് തോന്നുന്നു. രാത്രി ഏത് നേരത്താണോ വന്ന് കിടന്നത്. ശരി, ഞാൻ വരാം ശിവജി. നാളെ എപ്പോഴാണ് തുടങ്ങുന്നത്? വൈകിട്ട് 6 മണി. അപ്പോൾ കാണാം. ഗോപിദാസ് എഴുന്നേറ്റു. ഒപ്പം ശിവജിയും നാബി മജീദും. എന്നാൽ വാതിലിനു പിന്നിൽ മറിഞ്ഞു നിന്ന് ലെനിൻ എല്ലാം കാണുന്നുണ്ടായിരുന്നു. തിരുമൂർത്തി തന്നോട് പറഞ്ഞത് സത്യമാണെന്ന് ലെനിന് തോന്നി. അച്ഛൻ എന്തൊക്കെയോ ഉള്ളിൽ കണ്ടിരിക്കുന്നു. ശബ്ദം കേൾപ്പിക്കാതെ അവൻ തൻ്റെ റൂമിലേക്ക് മാറി. നാളെ അച്ഛൻ ശിവജിയുടെ തോട്ടത്തിൽ പോകില്ല. പോകുന്നത് താനായിരിക്കും, അവൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഒരു മകനും ചിന്തിക്കാത്ത ചില തീരുമാനങ്ങളായിരുന്നു അവൻ്റെ ഉള്ളിൽ. ക്വാളിസിൽ മടങ്ങുമ്പോൾ ശിവജി നാബി മജീദിനോട് പറഞ്ഞു. ഗോപിദാസ് നാളെ അങ്ങ് വരട്ടെ. എൻ്റെ അച്ഛൻ്റെ ചോരയ്ക്ക് ഞാൻ കണക്ക് തീർക്കുന്നത് അവിടെ വെച്ചായിരിക്കും. റോഡിൽ കനത്ത മഞ്ഞായിരുന്നു. ഉടനെ മജീദ് ബ്രേക്കിൽ കാലാഞ്ഞമർത്തി. കരിമ്പടം പൊതിച്ച ഒരു മനുഷ്യൻ റോഡിന് നടുവിൽ കിടക്കുന്നു. പുറംതിരിഞ്ഞ് അയാളെ മുട്ടിയില്ല എന്ന മട്ടിലാണ് ക്വാളിസ് നിന്നത്. മാറടാ വഴിന്ന്! മജീദ് പുറത്തേക്ക് തല നീട്ടി. അടുത്ത നിമിഷം ആ മനുഷ്യൻ തിരിഞ്ഞു. മതിലിന് മുകളിലിരുന്ന് തങ്ങളെ ഉറ്റുനോക്കിയ മനുഷ്യനാണതെന്ന് ശിവജിക്ക് തോന്നി. പക്ഷെ ഇപ്പോഴും മുഖം വ്യക്തമല്ല. എടാ, നിന്നോടാ പറഞ്ഞത് വഴിന്ന് മാറാൻ! ശിവജിക്ക് കലി വന്നു. പെട്ടെന്ന് ആ മനുഷ്യൻ തലയിൽ നിന്ന് കരിമ്പടം മാറ്റി. ശിവജിയുടെയും മജീദിന്റെയും നാവിൽ നിന്ന് ഒരു ശബ്ദം പുറത്തു വന്നു. ഭഗവതിയപ്പൻ. അതെ. അവൻ ശിവജി ഇരുന്ന ഭാഗത്തേക്ക് വന്നു. ശിവജി, എന്നോട് ക്ഷമിക്കണം. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താ ഞാൻ നിന്നെ ശത്രുവായി കണ്ടത്. ഇപ്പോൾ ഞാൻ സത്യം അറിഞ്ഞു. എൻ്റെ പെങ്ങളെ കൊന്നത് നീയല്ല, അത് അവനാ, ആ ലെനിൻ. തിരുമൂർത്തി എന്നോടെല്ലാം പറഞ്ഞു. തിരുമൂർത്തിയോ? ശിവജിയും മജീദും ഒന്നിച്ചു തിരക്കി. അതെ. കൂടുതലൊന്നും പറയാതെ ഭഗവതിയപ്പൻ മഞ്ഞിൽ മറഞ്ഞു. കണ്ടതും കേട്ടതും സ്വപ്നമായിരുന്നു എന്നാണ് ശിവജിക്കും മജീദിനും തോന്നിയത്. മജീദ് വണ്ടി സാവധാനം മുന്നോട്ടെടുത്തു. അലക്സ് തോമസ്. സന്തോഷത്തോടെയാണ് ലെനിൻ വിളിച്ചത്. നമ്മുടെ എല്ലാ തലവേദനകൾക്കും നാളെ പരിഹാരം ഉണ്ടാകാൻ പോകുന്നു. ഇനി മറയൂരിനും കാന്തല്ലൂരിനും ഒരൊറ്റ നേതാവ് മതി, ഈ ലെനിൻ. മറ്റന്നാൾ നിങ്ങൾക്ക് ഗ്രാൻഡ് സ്മരം നട്ടു തുടങ്ങാം. ഒരു പട്ടിയും തടയില്ല. കണ്ടെയ്നർ സ്ഥാപവും ഇരുമ്പ് കമാലും കത്രികപ്പരമും കുഞ്ഞച്ചനും എല്ലാം ഉണ്ടായിരുന്നു അവരുടെ കൂടെ. അവർ അച്ഛൻ മുറിച്ചു മാറ്റിയ വിരലുകളുടെ ഭാഗത്ത് പരമു ബാൻഡേജ് ചെയ്തിരുന്നു. കുരിശുമലയുടെ മുകളിലായിരുന്നു എല്ലാവരും. സകലരും മദ്യലഹരിയിലാണ്. കാറ്റ് വീശിക്കൊണ്ടിരുന്നു. നാളെ നടക്കാൻ പോകുന്നത് കുരുക്ഷേത്ര യുദ്ധത്തേക്കാൾ ഭയാനകമായ യുദ്ധമാണ്. നാളെ നമ്മൾ അവളെ പങ്കിട്ടെടുക്കും, ശിവജിയുടെ പെങ്ങൾ ദുർഗയെ. പറഞ്ഞിട്ട് ലെനിൻ ആർത്തു ചിരിച്ചു. അവളെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും കോരിത്തരിപ്പുണ്ടായി. ദുർഗ, കാന്തല്ലൂരിലെ ആപ്പിളിനേക്കാൾ സ്വാദുള്ളവൾ, വിളഞ്ഞു പഴുത്ത മുളകിനേക്കാൾ എരിവുള്ളവൾ.
അലക്സ് തോമസ് ഒരു ബിയർ കുപ്പിയെടുത്ത് കടിച്ചു തുറന്ന് വായിലേക്ക് കമഴ്ത്തി. എന്താ അലക്സേ, ബിയറിൽ ഒതുക്കാൻ തീരുമാനിച്ചോ? ലെനിൻ തിരക്കി. ഈ തണുത്ത കാറ്റത്ത് തണുത്ത ബിയർ അകത്തേക്ക് പോകുമ്പോഴുള്ള ഒരു സുഖമുണ്ടല്ലോ. പിന്നെ അവളെക്കുറിച്ചുള്ള ഓർമ്മയും രണ്ടും കൂടിയായ ഈ ലോകത്ത് മറ്റൊന്നിനും അത്ര രസം കാണില്ല. അത് കേട്ട് മറ്റുള്ളവർ ഉറക്കെ ചിരിച്ചു. മുനിറകളിൽ തട്ടി ആ ശബ്ദം പിശാചുകളുടെ അട്ടഹാസം പോലെ പ്രതിധ്വനിച്ചു. പൊടുന്നനെ കണ്ടതിന് സാബു പറഞ്ഞു, എല്ലാ തലവേദനയും നാളെ കൊണ്ട് തീരുമെന്ന് മുതലാളി പറഞ്ഞു. പക്ഷേ ഒരെണ്ണം അപ്പോഴും ബാക്കിയാണ്. എല്ലാവരും പെട്ടെന്ന് നിശബ്ദരായി. ലെനിന്റെ നെറ്റി ചുളിഞ്ഞു. അതേത്? ട്രാക്ടർ ഡ്രൈവർ ചന്ദ്രൻ, സുനന്ദയുടെ അച്ഛൻ. തലച്ചോറിൽ ഒരു കരിന്തേൾ പൊളഞ്ഞു കുത്തിയതുപോലെ ലെനിൻ ഒരു മാത്രം നിശബ്ദനായി. സാബ് തുടർന്നു. നമ്മുടെ ആളുകൾക്കോ പോലീസിനോ ഇതേവരെ അയാളെക്കുറിച്ച് യാതൊരു സൂചനയും കിട്ടിയിട്ടില്ല. എവിടെയോ മറിഞ്ഞിരുന്ന അയാൾ നമ്മുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അത് ശരിയാ, ആ നായിൻ്റെ മോൻ വരട്ടെ. ലെനിൻ ഒരു കുപ്പി മദ്യമെടുത്ത് പാറയിലേക്ക് ആഞ്ഞെറിഞ്ഞു. കുപ്പിച്ചില്ലുകൾക്കൊപ്പം മദ്യവും ചിതറിയൊഴുകി. കണ്ടെയ്നറെ, മറ്റുള്ളവരെ തീർത്തു കഴിഞ്ഞാൽ ചന്ദ്രൻ നമുക്ക് വെറും പുൽക്കൊടിയാ. അതുപോട്ടെ, നാളത്തെ പദ്ധതി എന്താണെന്ന് പറ. അതറിയാനായിരുന്നു അലക്സ് തോമസിന് ധൃതി. പറയാം. ലെനിൻ എഴുന്നേറ്റ് പാറപ്പുറത്തുകൂടി മെല്ലെ നടന്നു. ഞാൻ പണം മുടക്കി നാട്ടു വളർത്തിയ കരിമ്പ ശിവജി നാളെ ശർക്കരയാക്കാൻ പോകുന്നത്. അത് ഞാൻ അനുവദിക്കുമോ? സർവ്വസന്നാഹവുമായി നമ്മൾ ആക്രമിക്കും. ശിവജിയെ മാത്രമല്ല, ആ കരിമ്പുത്തോട്ടം പോലും ബാക്കി വയ്ക്കില്ല. അവൻ പറഞ്ഞു നിർത്തിയ നിമിഷം പോക്കറ്റിൽ കിടന്ന ഫോൺ ഇരമ്പി. നമ്പർ നോക്കിയിട്ട് അവൻ അതെടുത്ത് കാതോട് ചേർത്തു. 1/2 മിനിറ്റ് നേരത്തെ സംസാരം. ലെനിന്റെ മുഖം വലിഞ്ഞു മുറുകുന്നത് മങ്ങിയ നാട്ടുവെളിച്ചത്തിൽ മറ്റുള്ളവർ കണ്ടു. ശരി, ഞാൻ നോക്കിക്കൊള്ളാം. അവൻ ഫോൺ പോക്കറ്റിലിട്ട് മറ്റുള്ളവരെ നോക്കി. എന്താ മുതലാളി? ഇരുമ്പ് കമ്മൽ തിരക്കി. അച്ഛൻ എനിക്കെതിരെ കരുക്കൾ നീക്കുന്നു. അങ്ങ് തലസ്ഥാനത്ത് നിന്ന് വിവരം കിട്ടി. എങ്ങനെ? മറ്റുള്ളവർ ഒന്നിച്ചാണ് തിരക്കിയത്. എന്നെ സ്ഥാനാർത്ഥിയാക്കാതെ കിളവന് തന്നെ ഇവിടെ മത്സരിക്കണം പോലും. എന്നിട്ട് മന്ത്രിയാകണമെന്ന്. അതിനുള്ള ചരടുവലികൾ മുഖ്യനുമായി ചേർന്ന് പ്ലാൻ ചെയ്തു കഴിഞ്ഞു. ലെനിന്റെ പല്ലുകൾ ഞെരിഞ്ഞുടഞ്ഞു. മന്ത്രിയാക്കാൻ ഞാൻ അങ്ങേരെ. ഇനി അച്ഛനുമില്ല, മകനുമില്ല, ശത്രുക്കൾ മാത്രം. എന്നാലും ഇതൊരു കൊലച്ചതിയായി പോയല്ലോ മുതലാളി. കുഞ്ഞച്ചൻ മൂക്കത്ത് വിരൽ വെച്ചു. ചതിക്കു മറുപടി ചതി തന്നെ കുഞ്ഞച്ച. ജീവനോടിരിക്കുകയാണെങ്കിൽ ഞാൻ തന്നെയാവും ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി. അതിന് യാതൊരു സംശയം വേണ്ട. ലെനിൻ തീർത്തു പറഞ്ഞു. ഒരു സിഗരറ്റിന് തീ കൊളുത്തിക്കൊണ്ട് വല്ലാത്ത ഭാവത്തിൽ അവനൊന്ന് ചിരിച്ചു. മറയൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു മുനയറയ്ക്കുള്ളിലായിരുന്നു അപ്പോൾ തിരുമൂർത്തി. കുന്നിൻ മുകളിലെ സംഭാഷണം അത്രയും കാറ്റിന്റെ അകമ്പടിയോടെ അയാൾ കേൾക്കുന്നുണ്ടായിരുന്നു. മൂർത്തി കാതുകൂർപ്പിച്ചിരുന്നു. അവരുടെ തീരുമാനങ്ങൾ അറിഞ്ഞിട്ട് വേണം അടുത്ത കരുക്കൾ നീക്കാൻ. 1 മണിക്കൂറോളം കഴിഞ്ഞു. കുന്നിന് മുകളിൽ നിന്ന് ആ സംഘം താഴെ എത്തി. വാഹനങ്ങളിൽ കയറുമ്പോൾ പാറയ്ക്ക് പോലും തണുപ്പ് പിടിച്ചിരുന്നു. വാഹനങ്ങൾ അകന്നു പോയെന്ന് ഉറപ്പായപ്പോൾ മൂർത്തി മുനിയറയുടെ ചെറിയ വാതിൽ വഴി പുറത്തേക്കിറങ്ങാനായി തലനീട്ടി. നെഞ്ചിന്റെ ഭാഗം വരെ പുറത്തെത്തിയതും തൊട്ടു മുന്നിൽ ഒരു നിഴൽ പിടിച്ചു. മൂർത്തി കിടുങ്ങിപ്പോയി. ആരാ? അയാളുടെ ശബ്ദം വിറച്ചു. ഞാൻ ചന്ദ്രൻ. ഇടിവെട്ടും പോലെയായിരുന്നു ആ ഒച്ച. സുനന്ദയുടെ അച്ഛൻ. നീ മറന്നുപോയടാ എന്നെ? അയാൾ അലറി. നീയും ലെനിനും കൂടി ഒരു പെണ്ണിനെ തിളച്ച ശർക്കര പാനിയിലിട്ട് കൊന്നില്ലേ? അവളുടെ അച്ഛൻ. അയാൾ ഒന്നുകൂടി വിശദീകരിച്ചു. ചന്ദ്രേട്ടാ, ഞാൻ വിലപിച്ചുകൊണ്ട് തിടുക്കത്തിൽ പുറത്തു കടക്കാനാഞ്ഞ് തിരുമൂർത്തി. പക്ഷെ കഴിഞ്ഞില്ല. പാറകഷ്ണം കൊണ്ട് ശക്തമായ ഒരിടി മുഖത്തേറ്റു. ആ അലറിക്കൊണ്ടയാൾ മുനിയറയ്ക്കുള്ളിലേക്ക് തന്നെ വീണ്ടും വീണു. എന്നോട് ക്ഷമിക്കണം ചന്ദ്രേട്ടാ. അതിനിടയിൽ മൂർത്തി അപേക്ഷിക്കുകയും ചെയ്തു. ക്ഷമിക്കാനോ? നിന്നോടോ? ചന്ദ്രന്റെ ശബ്ദത്തിൽ ഉന്മാദം തിങ്ങി. എന്റെ മകൾ മരണസമയത്ത് അനുഭവിച്ചതിന്റെ ഒരംശമെങ്കിലും നീയും അനുഭവിക്കണം. അല്ലാതെ നിന്നെ ഞാൻ പരലോകത്തേക്ക് അയക്കില്ല. പറഞ്ഞു നിർത്തിയതും മുനിയറയ്ക്കുള്ളിലേക്ക് എന്തോ ദ്രാവകം ഒഴുകി വീഴുന്നത് തിരുമൂർത്തി അറിഞ്ഞു. കുറെ അയാളുടെ ശരീരത്തിലും പതിച്ചു. പെട്രോളിന്റെ രൂക്ഷഗന്ധം. ചന്ദ്രേട്ടാ! അയാൾക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് ഒരു തീ പിടിച്ച തീപ്പെട്ടിക്കൊള്ളി അകത്തേക്ക് ചീറി വീണു. ഒരാളിക്കത്തൽ. മുനിയറയ്ക്കുള്ളിൽ തീ തിങ്ങി. മൂർത്തി പിഴഞ്ഞുകൊണ്ട് ചാടി എണീറ്റു. മുനിയറയ്ക്ക് മുകളിൽ കൂറ്റൻ പാറയിലിടിച്ച് അയാൾ വീണ്ടും തീക്കുള്ളിലേക്ക് മറിഞ്ഞു. ചെറിയ വാതിലൊഴികെയുള്ള ഭാഗങ്ങളിലൊക്കെ പാറയുടെ പാളികൾ. തീ പിടിച്ച അയാൾ അലറിക്കൊണ്ട് ഓരോ ഭാഗത്തും ചെന്നിടിച്ച് വീണുകൊണ്ടിരുന്നു. പ്രാണവേദനയോടെ പിടയുന്ന മൃഗത്തെ പോലെ. കത്തിക്കരിഞ്ഞ മാംസത്തിന്റെ രൂക്ഷഗന്ധം അവിടെ പരന്നു. അലർച്ചയും പിടച്ചിലും അവസാനിച്ചു തുടങ്ങിയപ്പോൾ ക്രൂരമായ ഒരു ചിരിയോടെ ചന്ദ്രൻ അവിടെ നിന്ന് നടന്നു നീങ്ങി. ശരീരം വെന്തടർന്നു വീഴുമ്പോൾ തിരുമൂർത്തിയുടെ പാതി മറഞ്ഞ ബോധത്തിൽ ഒരു രംഗം തെളിഞ്ഞു. കാന്തല്ലൂരിലെ ആലയിലെ തിളച്ചുമറിയുന്ന ശർക്കരപ്പാനിയിൽ കിടന്നു പിടയുന്ന സുനന്ദയുടെ രൂപം. അവളുടെ നിലവിളിയും പിടച്ചിലും.
രാത്രി വൈകി വീട്ടിലെത്തിയ ലെനിൻ MLA ഗോപിദാസിനെ ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തി. എന്താടാ ഈ രാത്രിയിൽ? നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ രാവിലെ ആയിക്കൂടെ? അനിഷ്ടത്തോടെ ഗോപിദാസ് ചോദിച്ചു. പറയാനുള്ളത് ഇപ്പൊ തന്നെ പറഞ്ഞില്ലെങ്കിൽ നാളത്തേക്ക് മറന്നുപോയാലോ? അല്ലെങ്കിൽ നാളെ എൻ്റെ മനസ്സ് മാറിപ്പോയാലോ? അതുകൊണ്ട് അച്ഛനിത് ഇപ്പൊ തന്നെ കേൾക്കണം. എങ്കിൽ പറഞ്ഞു തൊലയ്ക്ക്. ഉറക്കം മുറിഞ്ഞതിന്റെ അമർഷത്തോടെ ഗോപിദാസ് മുറിക്ക് പുറത്തിറങ്ങി. അതിനിടയിൽ ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയെയും ഒന്ന് നോക്കി. സുധാമണി ഒന്നും അറിഞ്ഞിട്ടില്ല. അച്ഛൻ വാ, നമുക്ക് താഴെ പോയിരുന്ന് സംസാരിക്കാം. ഇതൊരു ശല്യമായല്ലോ. ഗോപിദാസ് പിറുപിറുത്തു. അല്ല അച്ഛാ, അച്ഛന് സന്തോഷമുള്ള കാര്യം തന്നെ. അവൻ ഗോപിദാസിന്റെ കൈ പിടിച്ചുകൊണ്ട് ബലമായി അയാളെ സെറ്റിയിൽ ഇരുത്തിയിട്ട് എതിരെ അവനും ഇരുന്നു. അച്ഛാ, ഇത്തവണ ഞാൻ ഇലക്ഷന് മത്സരിക്കുന്നില്ല, അവൻ പറഞ്ഞു. ഏ? ഗോപിദാസിന് അത്ഭുതവും അതിരറ്റ സന്തോഷവും തോന്നി. എങ്കിലും തിരക്കി. അതെന്താടാ? അച്ഛൻ്റെ കാലശേഷമേ ഞാൻ രാഷ്ട്രീയത്തിലേക്കുള്ളൂ. ഗോപിദാസിന്റെ മുഖം തെളിഞ്ഞു. പക്ഷേ ആ ക്ഷണം ലെനിൻ മുന്നോട്ടാഞ്ഞു. ഗോപിദാസിന്റെ കഴുത്തിൽ എടുത്തുകൈ മുറുക്കി. അയാളുടെ വായി തുറന്നുപോയി. ലെനിന്റെ കയ്യിൽ ഒരു കത്തി പ്രത്യക്ഷപ്പെട്ടു. അച്ഛൻ്റെ കാലശേഷമെന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ്. അച്ഛനിപ്പോ മരിക്കാൻ പോവുകയാണ്. പിന്നെ എനിക്ക് മത്സരിക്കാം. ഗോപിദാസ് എന്തോ പറയാനാഞ്ഞു. പക്ഷെ ശബ്ദം പുറത്തു വന്നില്ല. അച്ഛൻ്റെ തിരുവനന്തപുരത്തെ കളികൾക്ക് വിടാം. പറഞ്ഞതും അവൻ ആഞ്ഞുകുത്തി. ഒന്നല്ല, പലതവണ ഗോപിദാസിന്റെ നെഞ്ചിൽ. അയാൾക്ക് അലറിക്കരയാൻ പോലും കഴിഞ്ഞില്ല. അവൻ ക്രൂരമായി ചിരിച്ചു. അച്ഛൻ്റെ ശവം പോലും ഞാൻ ആരെയും കാണിക്കില്ല. MLA ഗോപിദാസ് കൈകാലുകൾ അടിച്ച് പിടഞ്ഞു. വെളുത്ത വസ്ത്രത്തിലൂടെ ചോര ചാലിട്ടൊഴുകി. എന്നിട്ടും ലെനിൻ അയാളുടെ കഴുത്തിലെ പിടിവിട്ടില്ല. അതിനാൽ അയാൾക്കൊന്ന് അലറിക്കരയാൻ പോലും കഴിഞ്ഞില്ല. അയാളുടെ കണ്ണുകൾ പുറത്തേക്കുന്തി. തൊണ്ടയിൽ നിന്നും ചാകാൻ പോകുന്ന മൃഗത്തിൻ്റെതുപോലെ ഒരു ശബ്ദം പുറത്തു വന്നു. ഗോപിദാസ് മകന്റെ കൈത്തണ്ടയിൽ അള്ളിപ്പിടിച്ചു. അയാളുടെ നഖങ്ങൾ ലെനിന്റെ മാംസത്തിൽ തുളഞ്ഞിറങ്ങി. അപ്പോഴും ക്രൂരമായ ഒരു ആനന്ദത്തോടെ ലെനിൻ പല്ലുകൾ കടിച്ച് ഞെരിച്ചു നിന്നു. ഗോപിദാസിന്റെ പിടിച്ചിൽ നിലയ്ക്കുകയായിരുന്നു. ലെനിന്റെ കൈത്തണ്ടയിൽ പിടിച്ച വിരലുകൾ മരവിച്ച് അങ്ങനെ തന്നെ ഇരുന്നു. ലെനിൻ അച്ഛന്റെ കഴുത്തിലെ പിടിവിട്ടു. പിന്നെ തന്റെ കയ്യിൽ നിന്ന് അയാളുടെ വിരലുകൾ ബലമായി അടർത്തി മാറ്റി. ഗോപിദാസിന്റെ തുറച്ചു നിശ്ചലമായ കണ്ണുകളിൽ നിന്ന് 2 തുള്ളികൾ കവിലേക്ക് ഒലിച്ചിറങ്ങി. നീറ്റൽ അനുഭവപ്പെട്ടപ്പോൾ ലെനിൻ തന്റെ കൈത്തണ്ടയിലേക്ക് നോക്കി. നഖങ്ങൾ ആഴ്ന്നിറങ്ങിയ ഭാഗത്തു നിന്ന് ചോര പൊഴിഞ്ഞു വരുന്നു. കത്തിയിലെ ചോര അവൻ അച്ഛന്റെ വസ്ത്രത്തിൽ തന്നെ തുടച്ചു. പിന്നെ ഒന്നും സംഭവിക്കാത്തതുപോലെ വാഷ് ബേസിന് അരികിലേക്ക് നടന്നു. കൈകളും കത്തിയും സോപ്പ് പുരട്ടി കഴുകി. പിന്നെ കൈ മണത്തു നോക്കി. പച്ചച്ചോരയുടെ ഗന്ധം മാറിയിട്ടില്ലെന്ന് അവന് തോന്നി. ഗോപിദാസിന്റെ നെഞ്ചിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ചോര മഴത്തുള്ളികൾ പോലെ മാർബിൾ ഫ്ലോറിൽ വീണ് ചിതറിക്കൊണ്ടിരുന്നു. ലെനിൻ നടന്നു ചെന്ന് പുറത്തേക്കുള്ള വാതിൽ വലിച്ചു തുറന്നു. മുറ്റത്ത് ഇരുമ്പുകമാലും കണ്ടെയ്നർ സാബുവും അക്ഷമയോടെ കാത്തു നിൽക്കുകയായിരുന്നു. വരിൻ, കൈകൾ കൊണ്ട് ഒരു അടയാളം കാട്ടിയിട്ട് ലെനിൻ തിരിഞ്ഞു നടന്നു. അവന്റെ പിന്നാലെ അവർ അകത്തു കയറി. സെറ്റിയിൽ കൊല ചെയ്യപ്പെട്ട നിലയിൽ ഗോപിദാസിനെ കണ്ടപ്പോൾ അവരിൽ പോലും ഒരു നടുക്കമുണ്ടായി. ലെനിന്റെ മനസ്സിനെക്കുറിച്ച് ഒരു നിമിഷം അവർ ചിന്തിച്ചുപോയി. വീഴ്ച നിൽക്കാതെ എല്ലാം വേഗം വേണം. ലെനിൻ ശബ്ദം താഴ്ത്തി. പിന്നീട് കാര്യങ്ങൾ വേഗത്തിലായിരുന്നു. ലെനിൻ തന്നെ 4-5 ബെഡ്ഷീറ്റുകൾ കൊണ്ടുവന്നു. കണ്ടെയ്നർ സാബു അവ തറയിൽ വിരിച്ചു. പിന്നെ കമാലിന്റെ സഹായത്തോടെ ഗോപിദാസിന്റെ ശരീരം അതിൽ കിടത്തി പൊതിഞ്ഞു കെട്ടി. ഇരുവരും ചേർന്ന് അത് എടുത്തുകൊണ്ടുപോയി സുമോയുടെ പിന്നിൽ കയറ്റി. പിന്നെ മടങ്ങി വന്ന് തറയിലെയും സെറ്റിയിലെയും രക്തം തുടച്ചു മാറ്റിയിട്ട് ഡെറ്റോൾ ഒഴിച്ച് അവിടെ മാകെ കഴുകി. ലെനിൻ സ്പ്രേ തളിച്ചു. എല്ലാം ഭദ്രം. ഇനി ഞാൻ പറയുന്നത് പോലെ ചെയ്തേര്. ശരി മുതലാളി. കമാലും സാബുവും സുമോയിൽ കയറി ഓടിച്ചുപോയി. ലെനിൻ വാതിലടച്ചു. പിന്നെ ഒന്നും സംഭവിക്കാത്തതുപോലെ തന്റെ മുറിയിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ ഉറക്കമുണർന്ന സുധാമണി ഭർത്താവിനെ കിടക്കയിൽ കാണാതെ ആദ്യം ഒന്ന് അമ്പരന്നു. പിന്നെ വിചാരിച്ചു നടക്കാൻ പോയതായിരിക്കുമെന്ന്. ചില ദിവസങ്ങളിൽ അങ്ങനെ ഒരു രീതിയുണ്ട്. 9 മണിയായപ്പോൾ പതിവ് പോലെ ലെനിൻ എഴുന്നേറ്റ് സിറ്റിംഗ് റൂമിലേക്ക് വന്നു. നീ അച്ഛനെ കണ്ടോടാ? അവിടേക്ക് എത്തിയ സുധാമണി തിരക്കി. പിന്നെ എൻ്റെ പോക്കറ്റ് കിടക്കുന്നു. അവൻ ദേഷ്യപ്പെട്ടു. രാവിലെ എനിക്ക് എന്തെങ്കിലും പാര പണിയാൻ പോയതായിരിക്കും കഴിവൻ. പിന്നെ സുധാമണി ഒന്നും ചോദിച്ചില്ല. രാവിലെ മറയൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയ ചില കുട്ടികളാണ് കത്തിക്കരിഞ്ഞ ചില അസ്ഥികഷ്ണങ്ങൾ മുനിയറയ്ക്കുള്ളിൽ കണ്ടത്. അവർ അപ്പോൾ തന്നെ പ്രിൻസിപ്പലിനെ വിവരം അറിയിച്ചു. പ്രിൻസിപ്പലും അധ്യാപകരും വന്ന് നോക്കി. സത്യമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പ്രിൻസിപ്പൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു. SI ഇല്ലാത്തതിനാൽ ഹെഡ് കോൺസ്റ്റബിൾ ദേവസിക്കായിരുന്നു സ്റ്റേഷൻ ചാർജ്. അതിനി ആരെ പണ്ടാരം അടക്കിയതാണാവോ? പിറുപിറുത്തുകൊണ്ട് ദേവസി പോലീസുകാരെ നോക്കി. സംഗതി കൊലപാതകമാവും. അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും. ആ മുടിഞ്ഞ ഡേവിഡ് സാർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തൻ്റെ തലവേദന കുറഞ്ഞേനെ. ആ നിമിഷമാണ് മുറ്റത്തേക്ക് ഒരു കാർ വന്ന് നിന്നത്. ദേവസി ജനാലയിലൂടെ അങ്ങോട്ട് നോക്കി. കാറിന്റെ തുറക്കപ്പെട്ട പിൻഡോറിലൂടെ കാക്കി പാൻസും ബ്രൗൺ ഷൂസും അണിഞ്ഞ ഒരു കാൽ പുറത്തേക്ക് നീളുന്നു. ഇതിനി ആരപ്പാ? അയാൾ സ്വയം ചോദിക്കുമ്പോൾ കാക്കിധാരിയുടെ ബാക്കി ശരീരഭാഗം കൂടി
പുറത്തു വന്നു. അയാൾ തൊപ്പി നേരെ വെച്ചിട്ട് സ്റ്റേഷന് നേർക്ക് തിരിഞ്ഞു. ആ മുഖം കണ്ടതും ആശ്ചര്യസൂചകമായ ഒരു ശബ്ദം ദേവസിയിൽ നിന്നുണ്ടായി. കർത്താവേ, ധർമ്മരാജൻ സാറ്! മറ്റു പോലീസുകാരും അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞിരുന്നു. അവരുടെ ശരീരത്തിലൂടെ ഒരു കുളിര് പാഞ്ഞുപോയി. ദേവസി ഉൾപ്പെടെയുള്ളവർ പുറത്തേക്ക് ഓടിച്ചെല്ലുമ്പോഴേക്കും ധർമ്മരാജൻ സ്റ്റേഷൻ വരാന്തയിലേക്ക് കയറി കഴിഞ്ഞു. ഞൊടിയിടയിൽ അവർ അറ്റൻഷനായി. ധർമ്മരാജൻ അവരെ നോക്കി പുഞ്ചിരിച്ചു. എന്താ ദേവസി, സുഖമാണോ? സർ, അയാൾ വിക്കി. ഇത്രയും നാൾ സാർ എവിടെയായിരുന്നു? വനവാസം ഒക്കെ പിന്നീട് പറയാം. ധർമ്മരാജൻ ഓഫീസിലേക്ക് കയറി. കസേരയിൽ ഇരുന്നിട്ട് അയാൾ തൊപ്പിയെടുത്ത് മേശപ്പുറത്ത് വെച്ചു. എന്തൊക്കെയാ ദേവസി പുതിയ വിശേഷങ്ങൾ? മുനിയറയിലെ കൊലപാതകത്തിന്റെ കാര്യം ദേവസി പറഞ്ഞു. ധർമ്മരാജന്റെ പുരികങ്ങൾ കൂട്ടിമുട്ടി. മാൻ മിസ്സിങ്ങിന്റെ പരാതി വല്ലതും കിട്ടിയിട്ടുണ്ടോ? നോ സർ. പിന്നെ ഇവിടെ എന്നും മിസ്സിംഗ് അല്ലേ ഉള്ളൂ? ധർമ്മരാജൻ അമർത്തിയൊന്നും മൂളി. പിന്നെ ഫോണെടുത്ത് സി ആന്റണിയുടെ ഓഫീസിലേക്ക് വിളിച്ചു. മറയൂർ ഹയർ സെക്കൻഡറി സ്കൂളിനടുത്ത് സി ആന്റണി എത്തുമ്പോൾ അവിടം ജനനിബിഡമായിരുന്നു. കൊലപാതകം നടന്ന മുനിയറയ്ക്കരികിൽ നിന്ന് ആളുകളെ അകറ്റി നിർത്തിയിരുന്നു എസ് ഐ ധർമ്മരാജനും സംഘവും. പ്രാഥമിക അന്വേഷണങ്ങളും അവർ പൂർത്തിയാക്കി കഴിഞ്ഞു. എന്തെങ്കിലും തുമ്പുണ്ടോ ധർമ്മരാജ? മുനിയറയിലേക്ക് നോക്കിക്കൊണ്ട് ആന്റണി തിരക്കി. ഇല്ല സർ, പക്ഷേ ഇന്നലെ രാത്രി 3-4 വാഹനങ്ങൾ സ്കൂൾ പരിസരത്ത് വന്നുപോയതായി പരിസരവാസികളുടെ മൊഴിയുണ്ട്. ധർമ്മരാജൻ ശബ്ദം താഴ്ത്തി. ആരുടെ വാഹനങ്ങളായിരുന്നുവെന്ന് വല്ല സൂചനയുമുണ്ടോ? ചുറ്റും നോക്കിയിട്ട് ധർമ്മരാജൻ ആന്റണിയുടെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങി നിന്നു. ലെനിനും മറ്റുമാണ് വാഹനത്തിലുണ്ടായിരുന്നതെന്ന് അടക്കം പറച്ചിലുണ്ട്. പക്ഷേ ആളുകൾ അത് തുറന്നു പറയുമെന്ന് കരുതണ്ട. ഒന്ന് മൂളിക്കൊണ്ട് ആന്റണി മുനിയറയുടെ ചെറിയ വാതിലൂടെ അകത്തേക്ക് നോക്കി. മുനിയറയുടെ ചുവരും മേൽക്കൂരയും ഒക്കെ കരി പിടിച്ചിരിക്കുന്നു. തറയിൽ അല്പം ഇളകി മാറിയ ചാരത്തിനിടയിൽ അസ്ഥികളുടെ ചില കരിഞ്ഞ ഭാഗങ്ങൾ. ഒരു ഭാഗത്ത് ടാർ ഒഴുകി പറ്റിയതുപോലെയും കാണാം. ധർമ്മരാജ. സർ. അയാൾ അങ്ങോട്ട് ചെന്നു. ആ ഉരുകിപ്പറ്റിയിരിക്കുന്നത് ഒരു കന്നാസിന്റെ ഭാഗമാകാനാണ് സാധ്യത. സർ, കഴിഞ്ഞ ദിവസങ്ങളിൽ കന്നാസിൽ പെട്രോൾ വാങ്ങിക്കൊണ്ടു പോയവരെ കുറിച്ച് മറയൂരിലെ പമ്പിലൊന്ന് തിരക്കണം. സർ. പിന്നെ മുനിയറയുടെ മേൽമൂടി കേടുപറ്റാതെ ഇളകി മാറ്റാനുള്ള ആളുകളെയും സംഘടിപ്പിക്കണം. സർ. അടുത്ത നിമിഷം ആന്റണിയുടെ സെൽഫോൺ ഇരമ്പി. അയാൾ അത് എടുത്തു നോക്കി. മറയൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. ആന്റണി കോൾ അറ്റൻഡ് ചെയ്തു. സർ. അപ്പുറത്ത് നിന്ന് ഒരു ശബ്ദം കേട്ടു. MLA ഗോപിദാസിന്റെ ഭാര്യ ഒരു പരാതി തന്നിരിക്കുന്നു. നേരം പുലർന്നപ്പോൾ മുതൽ അദ്ദേഹത്തെ കാണാനില്ലെന്ന്. വാട്ട്? ആന്റണി അമ്പരന്നു. മുനിയറയിൽ കത്തി തീർന്നത് MLA ആണോ? പിന്നെ എന്താണ് പരാതിയിൽ? സാർ, രാത്രി ഉറങ്ങുന്നത് വരെ അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നു. മൊബൈൽ ഫോൺ പോലും കൊണ്ടുപോയിട്ടില്ല. വീടിന്റെ വാതിൽ അകത്തുനിന്ന് അടച്ച നിലയിലുമായിരുന്നു. ആന്റണിയുടെ തലച്ചോറിൽ ഒരു ചിലന്തി വല കെട്ടാൻ തുടങ്ങി. അമ്മ പരാതി നൽകിയ കാര്യം അപ്പോഴേക്കും ലെനിനും അറിഞ്ഞിരുന്നു. അവൻ ഉടൻ തന്നെ ഇരുമ്പ് കമാലിനെയും കണ്ടെയ്നർ സാബുവിനെയും വിളിച്ചു. ഞാൻ പറഞ്ഞതുപോലെയല്ലടാ കാര്യങ്ങൾ ചെയ്തത്. ആന്നു മുതലാളി. കള്ളം പറയരുത്. അല്ല, സത്യമാ. വേണമെങ്കിൽ മുതലാളിക്ക് നേരിട്ട് പരിശോധിക്കാം. അത് വേണ്ട. അപ്പോ മുനിയറയിൽ കത്തിക്കരിഞ്ഞത് ആരാടാ? അതാ ഞങ്ങളും ചിന്തിക്കുന്നേ. ലെനിൻ ആകെ സംശയത്തിലായി. അവൻ ഓർമ്മിപ്പിച്ചു. സൂക്ഷിക്കണം, ആ ധർമ്മരാജൻ തിരിച്ചെത്തിയിട്ടുണ്ട്. അയാളും ആന്റണിയും ചേർന്ന് നമുക്ക് പാര പണിയും. തൽക്കാലം രണ്ടുപേരുടെയും മുന്നിൽ ചെന്ന് ചാടരുത്. ഇല്ല. പിന്നെ വൈകിട്ടത്തെ പരിപാടി? അതിന് യാതൊരു മാറ്റവുമില്ല. ഇന്ന് കലാശക്കൊട്ട്. ലെനിൻ കോൾ കട്ട് ചെയ്ത് ഫോൺ പോക്കറ്റിലിട്ടു. രാവിലെ ശിവജിയുടെ അരികിലെത്തിയ അവറാച്ചനും സംഘവുമാണ് മുനിയറയിൽ കത്തിക്കരിഞ്ഞ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞത്. ആ നിമിഷം ശിവജിയുടെ മനസ്സിൽ തെളിഞ്ഞത് സീതയുടെ രൂപമാണ്. രണ്ടും തമ്മിൽ മരണം സംഭവിച്ച രീതിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഒന്നുറപ്പാ അവറാച്ച, അവൻ പറഞ്ഞു. ലെനിനോ അവന്റെ ആൾക്കാരോ അറിയാതെ അവിടെ ഒന്നും നടക്കത്തില്ല. ഏതായാലും സംഗതി അധികം വൈകാതെ വെളിവാകും. എസ് ഐ ധർമ്മരാജൻ സാറും CA ആന്റണി സാറും ഒന്നിച്ചല്ലേ അന്വേഷണം നടത്തുന്നത്? ശിവജി അത്ഭുതത്തോടെ അവറാച്ചനെ നോക്കി. ധർമ്മരാജൻ സാറ് തിരിച്ചെത്തിയോ? എത്തി. അത് നന്നായി. കുറച്ചു നേരത്തെ ചർച്ചയ്ക്ക് ശേഷം ശിവജിയും കൂട്ടരും കരിമ്പിൻ തോട്ടത്തിലേക്ക് ഇറങ്ങി. ശർക്കര ആലയുടെ പണി പൂർത്തിയായിരുന്നു. കരിമ്പ് ചതയ്ക്കുന്ന ക്രഷറും ഹോസ് വഴി കരിമ്പ് നീരെത്തുന്ന ഡ്രമ്മുമെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. അടുക്കളപ്പണികൾ പൂർത്തിയാക്കിയിട്ട് ദുർഗയും കരിമ്പ് വെട്ടാനെത്തി. ചെല്ലൻ നേരത്തെ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. വടികുത്തി അമരാവതി തള്ളയും വന്നു. അവരെ കണ്ടതേ ചെല്ലൻ പറഞ്ഞു. ഓ, കൊട്ടാവച്ചിയുടെ എഴുന്നള്ളത്ത് തുടങ്ങി. ഇനി ചെവി കേൾക്കണ്ട. അമരാവതി തള്ള അവനെ തുറച്ചൊന്ന് നോക്കിയതല്ലാതെ ഇത്തവണ ശകാരിച്ചില്ല. തുടങ്ങാൻ ശിവജി. അവറാച്ചൻ അനുവാദം തേടി. മജീദും കൂടി ഒന്ന് വന്നാട്ടെ അവറാച്ച. അവൻ പറഞ്ഞു നിർത്തിയപ്പോഴേക്കും റോഡിൽ മജീദിന്റെ ക്വാളിസ് വന്നു നിന്നു. അവനപ്പോൾ സുഹറയും ഉണ്ടായിരുന്നു.
കരിമ്പ് വേട്ട തയ്യാറായി തന്നെയാണ് അവളുടെയും വരവ്. എന്നാ തുടങ്ങിക്കോ. ആദ്യത്തെ കരിമ്പ് വെട്ടിയത് ശിവജി തന്നെയാണ്. പിന്നെ നെല്ല് കൊയ്യുന്നത് പോലെ നിരയൊപ്പിച്ച് കരിമ്പ് വെട്ടി അവർ മുന്നേറി. അതിനിടെ പെട്ടെന്ന് ഓർമ്മിച്ചതുപോലെ മജീദ് പറഞ്ഞു, ശിവജി, രഹസ്യമായി ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. എന്താ? വെട്ടിയ കരിമ്പിന്റെ ഓല നീക്കി പിന്നോട്ടിട്ടുകൊണ്ട് അവൻ തല തിരിച്ചു. അലക്സ് തോമസിന് വേണ്ടി ഇന്ന് രാത്രി വീണ്ടും 2 ലോഡ് ഗ്രാൻഡിസ് തൈകൾ എത്തും. നാളെ അത് വെച്ചുപിടിപ്പിക്കാനാണ് അയാളുടെ തീരുമാനം. ശിവജിയുടെ കണ്ണുകൾ കുറുകി. ഈ അറിവ് സത്യമാണെങ്കിൽ അതിൽ അപകടത്തിന്റെ മണമുണ്ടെന്ന് അവന് തോന്നി. എങ്കിൽ മജീദെ ശ്രദ്ധിക്കണം. അവൻ രണ്ടും കൽപ്പിച്ചിട്ടുള്ള പുറപ്പെടില്ലായിരിക്കും. അവൻ പറഞ്ഞു, നിന്റെ സൈന്യത്തെയും ഒരുക്കി നിർത്തണം. ഈ രാത്രിയിൽ എന്തും സംഭവിക്കാം. മജീദ് അമർത്തിയൊന്ന് മൂളി. മറ്റുള്ളവർ കരിമ്പ് വെട്ടി വീഴ്ത്തിക്കൊണ്ടിരുന്നു. MLA ഗോപിദാസിന്റെ വീടിന് മുമ്പിൽ പോലീസ് ജീപ്പ് ഇരമ്പി വന്നു നിന്നു. വാച്ചർ ഓടി വന്ന് ഗേറ്റ് തുറന്നു. പക്ഷെ ജീപ്പ് അകത്തേക്ക് കയറിയില്ല. CA ആന്റണിയും SI ധർമ്മരാജനും ജീപ്പിൽ നിന്ന് ചാടിയിറങ്ങി. വാച്ചറുടെ മുഖത്തൊരു വിളർച്ചയുണ്ടായി. ഇരുവരും അത് ശ്രദ്ധിച്ചു. എന്താടാ, നിനക്ക് ഞങ്ങളെ കണ്ടപ്പോൾ ഒരു പരുങ്ങൽ? ആന്റണി അയാളുടെ അടിമുടിയൊന്ന് നോക്കി. അതോടെ അയാളുടെ പരിഭ്രമമേറി. ഇല്ല, ഒന്നുമില്ല സർ. അയാൾ വിക്കി. ആന്റണി അമർത്തിയൊന്ന് മൂളി. ഗോപിദാസ് സാർ തിരിച്ചു വന്നോടാ? ധർമ്മരാജൻ ചോദിച്ചു. ഇല്ല സർ. ലെനിനകത്തുണ്ടോ? ആന്റണി മീശത്തുമ്പുകൾ മേലേക്കൊന്ന് തള്ളിവച്ചു. ഇല്ല, രാവിലെ പുറത്തു പോയി സർ. ഇന്നലെ രാത്രിയിലും വാച്ചർ ജോലി നിനക്കായിരുന്നില്ലേ? അതെ സർ. ഗേറ്റ് പൂട്ടിയിടാറില്ലേ ഇവിടെ? ഉവ്വ്. അപ്പോ നീ അറിയാതെ ആർക്കും അകത്തേക്കോ പുറത്തേക്കോ പോകാൻ കഴിയില്ലല്ലോ? വാച്ചർ ഒന്ന് ഞെട്ടി. ധർമ്മരാജൻ അയാളുടെ അടുത്തേക്ക് ചുവടുകൾ വെച്ചു. ആ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അപ്പോ ഇനിയുള്ള ചോദ്യത്തിന് സത്യസന്ധമായ ഉത്തരം തരേണ്ടത് നീയാണ്. ധർമ്മരാജന്റെ നോട്ടത്തെ നേരിടാനാവാതെ വാച്ചറുടെ മുഖം കുനിഞ്ഞു. ധർമ്മരാജൻ കെയ് നീട്ടി അയാളുടെ താടി ഉയർത്തി. ആന്റണി ജീപ്പിന്റെ ബമ്പറിലേക്ക് ഇടംകാൽ കയറ്റിവെച്ച് കൈമുട്ട് ബോണറ്റിലൂന്നി എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിന്നു. എങ്കിൽ പറഞ്ഞു, ഗോപിദാസ് സാർ എപ്പോഴാടാ പുറത്തു പോയത്? എനിക്കറിയില്ല സർ. പറഞ്ഞു നിർത്തും മുമ്പ് ധർമ്മരാജന്റെ കനത്ത കൈത്തലം അയാളുടെ മുഖത്ത് ആഞ്ഞു പതിച്ചു. ഗേറ്റ് കടക്കാതെ അദ്ദേഹം പിന്നെ പറന്നു പോയടാ? ഞാൻ സത്യമാ സാറേ പറഞ്ഞത്. വാച്ചർ കവിൾ പൊത്തി. അയാളുടെ വാക്കുകൾ സത്യമാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് തോന്നി. എങ്കിൽ പറ, ഇന്നലെ സന്ധ്യ കഴിഞ്ഞതു മുതൽ ആരൊക്കെ ഇവിടെ വന്നുപോയി? ഉത്തരം കൃത്യമായിരിക്കണം. ധർമ്മരാജന്റെ വാക്കുകൾ മുറുകി. അങ്ങനെ പ്രത്യേകിച്ച് ആരും വന്നില്ല സർ. വളരെ ഇരുട്ടിക്കഴിഞ്ഞ് ലെൻസാറും സാബുവും കമാലും വന്നതല്ലാതെ മറ്റാരും ഇവിടെ എത്തിയിട്ടില്ല. ജിജ്ഞാസ തിങ്ങിയ കണ്ണുകളോടെ ആന്റണി മുന്നോട്ട് നീങ്ങി. സാബുവും കമാലും വന്നിട്ട് എപ്പോ തിരിച്ചുപോയി? കുറെ കഴിഞ്ഞ്. എങ്ങനെ? ഇവിടുത്തെ സുമോയിൽ. ആന്റണിയും ധർമ്മരാജനും മുഖാമുഖം നോക്കി. പിന്നെ എപ്പോഴാ വണ്ടി തിരിച്ചു കൊണ്ടുവന്നത്? രാവിലെ. ആ സുമോയിൽ മറ്റാരെങ്കിലും കയറി പോകുന്നത് താൻ കണ്ടോ? ഇല്ല സാർ. പക്ഷേ... വാച്ചർ ഭീതിയോടെ ചുറ്റും നോക്കി. പറയടാ, നിന്നെ ആരും ഒന്നും ചെയ്യത്തില്ല. അവർ എന്തോ അതിൽ കയറ്റിക്കൊണ്ടുപോയി സർ. മതി. ധർമ്മരാജൻ വാച്ചറിന്റെ യൂണിഫോമിന്റെ കോളർ പിടിച്ച് നേരെയിട്ടു. നീ ഞങ്ങളോട് പറഞ്ഞ കാര്യം മറ്റാരും അറിയണ്ട കേട്ടോ? കേട്ടു സർ. ധർമ്മരാജൻ തിരിഞ്ഞ് ആന്റണിയെ നോക്കി. ഇവിടെ വരെ വന്ന നിലയ്ക്ക് ഗോപി സാറിന്റെ ഭാര്യയെ കൂടി ഒന്ന് കണ്ടേക്കാം അല്ലേ സർ? ആ. ഇരുവരും ജീപ്പിൽ കയറി ബംഗ്ലാവിന്റെ നേർക്ക് ഓടിച്ചു പോയി. മൂന്നാർ ബോഡിമട്ട് റൂട്ടിൽ തേയിലത്തോട്ടത്തോട് ചേർന്നുള്ള പുറമ്പോക്ക് ഭൂമിയിലാണ് ഇരുമ്പുകമാലിന്റെ വീട്. സമയം 3:30. മിന്നൽ പോലെ 2 പോലീസ് ജീപ്പുകൾ ആ വീടിനരികിൽ വന്നു നിന്നു. ആന്റണിയുടെ നിർദ്ദേശം കിട്ടിയതും അവർ വീട് വളഞ്ഞു. ധർമ്മരാജൻ നേരെ ചെന്ന് അടഞ്ഞു കിടന്നിരുന്ന വാതിലിൽ തട്ടി. നല്ല ഉറക്കത്തിലായിരുന്നു കമാൽ. ഭാര്യ പരിഭ്രമത്തോടെ ഓടിയെത്തി അയാളെ വിളിച്ചുണർത്തി. ഇക്കാ, പോലീസ്. കമാൽ ചാടി എഴുന്നേറ്റു. ഉടുമുണ്ട് വാരിയെടുത്തുകൊണ്ട് അയാൾ അടുക്കള ഭാഗത്തേക്ക് ഓടി. അവിടുത്തെ വാതിൽ തുറന്നു. പുറത്തേക്ക് ചാടാനാഞ്ഞതും ഒരു ഉരുക്കുമുഷ്ടി ചീറിയെത്തി. CA ആന്റണി. മൂക്കിൽ നിന്നും ചോരത്തുള്ളികൾ ചിതറിച്ചുകൊണ്ട് ഇരുമ്പു കമാൽ പിന്നോട്ട് മലച്ചു. പോലീസുകാർ അകത്തേക്ക് ഇരച്ചു കയറി. അവർ കമാലിനെ അവിടെ ഇട്ട് ചവിട്ടി മെതിച്ചു. ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ അയാളുടെ ഭാര്യ പകച്ചു നിന്നു. പോലീസുകാർ കമാലിനെടുത്ത ഒരു ജീപ്പിന്റെ പിന്നിലേക്ക് എറിഞ്ഞു. പിന്നെ ജീപ്പുകൾ രണ്ടും മിന്നൽ പോലെ പാഞ്ഞുപോയി. മൂന്നാറിലെ പോലീസ് ക്യാമ്പ് ഹൗസ്. അടിയേറ്റ് ചോര തുപ്പിക്കൊണ്ട് കമാൽ ഇരുമ്പുമേശയിലേക്ക് കമിഴ്ന്നു. ധർമ്മരാജന്റെ ഷൂസ് അണിഞ്ഞ കാൽ അയാളുടെ നട്ടലിന് മീതെ ആഞ്ഞമർന്നു. ഒപ്പം തലമുടിയിൽ കുത്തിപ്പിടിച്ച് ധർമ്മരാജൻ അയാളെ പിന്നോട്ട് മലർത്തി. നട്ടലും കഴുത്തലും ഒടിഞ്ഞു പോകുന്ന വേദനയിൽ കമാൽ നിലവിളിച്ചു. നായിന്റെ മോനെ, മിണ്ടരുത്, കൊന്നുകളയും. ധർമ്മരാജൻ മുരണ്ടു. വേദന കടിച്ചമർത്തി കമാൽ നിശബ്ദനായി. ഒരു ചോദ്യം, ഒരു ഉത്തരം. മനസ്സിലായോടാ? ആയി. വായ തുറന്നപ്പോൾ കമാലിന്റെ കടവായിലൂടെ ചോര ഒഴുകി. ഗോപിദാസ് സർ ജീവിച്ചിരിപ്പുണ്ടോ?
കമാലിന് സത്യം പറയാതിരിക്കാനായില്ല. ഇല്ല, അയാൾ സമ്മതിച്ചു. എല്ലാം കണ്ടും കേട്ടും കസേരയിലിരുന്ന CA ആന്റണി എഴുന്നേറ്റ് അവർക്കടുത്തേക്ക് വന്നു. ധർമ്മരാജൻ കമാലിനെ ഉയർത്തി ഇരുമ്പുമേശയിലേക്ക് ഇട്ടു. ഇനി നടന്നതൊക്കെ പറഞ്ഞ വേഗം. റെക്കോർഡർ ഓൺ ചെയ്ത് വെച്ചിട്ട് ആന്റണിയും ധർമ്മരാജനും ഇരുമ്പുമേശയുടെ അടുത്തേക്ക് കസേരകൾ നീക്കിയിട്ട് ഇരുന്നു. ഇരുമ്പു കമാൽ പറഞ്ഞു തുടങ്ങി. സമയം 4:30. കമാലിന്റെ അറസ്റ്റും ഗോപിദാസിന്റെ കൊലപാതകവും തൽക്കാലത്തേക്ക് മൂടി വെക്കാനായിരുന്നു CA ആന്റണിയുടെ തീരുമാനം. ന്യൂസ് ലീക്കായാൽ ലെനിൻ രക്ഷപ്പെടും. അതുണ്ടാകരുത്, അയാൾ ധർമ്മരാജനോട് പറഞ്ഞു. ഉണ്ടാവില്ല സർ. ധർമ്മരാജന്റെ മുഖത്തൊരു കല്ലിച്ച ഭാവം വന്നു. തന്നെ പച്ചയ്ക്ക് കത്തിക്കാനൊരുങ്ങിയ ലെനിന്റെ രൂപം അയാളുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുകയായിരുന്നു. ലെനിനെ ട്രേസ് ചെയ്യാൻ വേണ്ട നിർദ്ദേശങ്ങൾ അപ്പോൾ തന്നെ ആന്റണി നൽകി. 6 മണി. കാന്തല്ലൂരിലെ കരിമ്പിൻ തോട്ടത്തിലേക്ക് പുക പോലെ മഞ്ഞ് പരന്നുകൊണ്ടിരുന്നു. തോട്ടത്തിന് നടുവിൽ കുറച്ച് കരിമ്പ് വെട്ടുമാറ്റി ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കിയിരിക്കുകയായിരുന്നു ലെനിനും അലക്സ് തോമസും കണ്ടെയ്നർ സാബുവും കുഞ്ഞച്ചനും മറ്റും. ശിവജിയെ ആക്രമിക്കാനുള്ള പദ്ധതികളുടെ അവസാന രൂപവും നൽകി കഴിഞ്ഞിരുന്നു അവർ. കമാലിനെ കാണുന്നില്ലല്ലോ. വെറുപുറത്തുകൊണ്ട് ലെനിൻ ഫോൺ എടുത്തു. വിളിക്കാനൊരുങ്ങിയതുപോലെ അതെടുത്തിട്ട് പെട്ടെന്ന് വേണ്ടെന്ന് വെച്ച് വീണ്ടും പോക്കറ്റിൽ തന്നെ ഇട്ടു. ഇനി നമ്മൾ ആരും ഫോൺ ഉപയോഗിക്കരുത്. ആ നായിൻ്റെ മോൻ ആന്റണി ടവറുകൾ കേന്ദ്രീകരിച്ച് പലതും ചെയ്തു വെച്ചിട്ടുണ്ടാകും. എല്ലാവരോടുമായി പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റു. ഞാൻ മാർജിൻ ഫ്രീ മാർക്കറ്റ് വരെ പോയിട്ട് വരാം. മറുപടിക്ക് കാക്കാതെ അവൻ കുറച്ചകലെ കിടന്ന സുമോയിൽ ചെന്ന് കയറി. കരിമ്പിൻ തോട്ടത്തിന്റെ നടുവിലൂടെയുള്ള ചെറിയ റോഡിലൂടെ അത് പാഞ്ഞുപോയി. സുമോ കോവിൽക്കടവ് പാലം പിന്നിട്ടതും മുന്നിൽ നിന്ന് ഒരു പോലീസ് ജീപ്പ് പാഞ്ഞു വന്ന് റോഡിനു കുറുകെ നിർത്തി. എന്താടാ അത്? ലെനിൻ അലറി. മറുപടിയായി ധർമ്മരാജൻ റോഡിലേക്ക് ചാടിയിറങ്ങി. ലെനിൻ വിളറിപ്പോയി. ധർമ്മരാജൻ കുതിച്ചു വന്ന് സുമോയുടെ ഡോർ വലിച്ചു തുറന്നു. ധർമ്മരാജ! ലെനിൻ എന്തോ പറയാൻ ഭാവിക്കുമ്പോഴേക്കും കവിളടക്കം അടി വീണു. എടാ! അവൻ ചീറി. ധർമ്മരാജൻ അവനെ വലിച്ച് പുറത്തിറക്കി. പിന്നെ പോലീസ് ജീപ്പിനടുത്തേക്ക് വലിച്ചിഴച്ചു. ഓടിക്കൂടിയ ജനം അന്തം വിട്ടു നിന്നു. ലെനിനുമായി പോലീസ് ജീപ്പ് മറയൂരിലേക്ക് പാഞ്ഞുപോയി. പോലീസ് ജീപ്പ് മറയൂർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ വന്ന് ബ്രേക്ക് ഇട്ടു. മുൻ സീറ്റിൽ നിന്ന് കുതിച്ചിറങ്ങിയ SI ധർമ്മരാജൻ പിന്നിലേക്ക് പാഞ്ഞെത്തി. ധർമ്മരാജ! ലെനിൻ തല പുറത്തേക്ക് നീട്ടി എന്തോ പറയാനാഞ്ഞു. അപ്പോഴേക്കും ധർമ്മരാജൻ അവനെ കോളറിൽ കുത്തിപ്പിടിച്ച് പുറത്തേക്ക് വലിച്ചിട്ടു. പിന്നെ തറയിലിട്ട് 4-5 ചവിട്ട്. വലതു കൈയിൽ മുറുക്കി പിടിച്ച് SI അവനെ സ്റ്റേഷനിലേക്ക് വലിച്ചുകൊണ്ട് വരുന്നത് കണ്ട് പോലീസുകാർ അമ്പരപ്പോടെ ചാടി എഴുന്നേറ്റു. ധർമ്മരാജൻ ആരെയും ശ്രദ്ധിച്ചില്ല. ലെനിൻ അയാളെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നു. ധർമ്മരാജ, ആരുടെ ശരീരത്തിലാണ് കൈവച്ചതെന്ന് അറിയാമല്ലോ. എന്നെ തൊട്ട ഈ കൈകൾ നാളെ നിന്റെ ശരീരത്തിൽ ഉണ്ടാവില്ല. ഇത് പറയുന്നത് ഞാനാടാ നായിന്റെ മോനെ. പറയുന്നത് പോലെ ചെയ്യാനായില്ലെങ്കിൽ ലെനിൻ സ്വയം കുത്തി മരിക്കുമേടാ പട്ടി. ധർമ്മരാജൻ കടപ്പലുകൾ കടിച്ചമർത്തിക്കൊണ്ട് അടഞ്ഞുകിടന്ന ലോക്കപ്പിന്റെ വാതിൽ കാൽ തട്ടി തുറന്നു. പിന്നെ ഒരു ചാക്കുകെട്ടുപോലെ ലെനിൻ അകത്തേക്ക് വലിച്ചെറിഞ്ഞു. പിന്നാലെ അയാളും അകത്തേക്ക് കയറി. സെല്ലിന്റെ വാതിലടഞ്ഞു. ദേവസ്യ അടക്കമുള്ള പോലീസുകാർ ഓടി വന്ന് ജിജ്ഞാസയോടെ സെല്ലിനകത്തേക്ക് നോക്കി. അവർക്കൊന്നും പിടികിട്ടിയില്ല. നീ എന്റെ കൈ വെട്ടും അല്ലട നോയിച്ച മോനെ! അലറിക്കൊണ്ട് ധർമ്മരാജൻ അവനെ വലിച്ചുയർത്തി ഭിത്തിയോട് ചേർത്തു. പിന്നെ കാൽമുട്ട് മടക്കി അവന്റെ അടിവയറ്റിൽ ഞാൻ അടിച്ചു. ലെനിൻ നിലവിളിച്ചു പോയി. പക്ഷെ ധർമ്മരാജൻ മർദ്ദനം നിർത്തിയില്ല. അവന്റെ മുടിയിൽ കുത്തിപ്പിടിച്ച് മുന്നോട്ട് വലിച്ച് കുനിച്ചു. പിന്നെ കൈമുട്ട് മടക്കി നട്ടലിനുമീതെ 4-5 ഇടി. ലെനിന്റെ നിലവിളി സ്റ്റേഷൻ ഭിത്തിയിൽ തല്ലി അലച്ചു. അവന്റെ തുറന്ന വായിലൂടെ കൊഴുത്ത ചോര ഉമിനീർ കലർന്ന് ഒലിച്ചിറങ്ങി. പോലീസുകാർ പരസ്പരം നോക്കി. ഇനി നോക്കി നിന്നാൽ ഒരു അത്യാഹിതത്തിന് സാക്ഷിയാകുമെന്ന് അവർക്ക് തന്നെ തോന്നി. എങ്കിലും കലിപൂണ്ടു നിൽക്കുന്ന ധർമ്മരാജന്റെ അടുത്തേക്ക് ചെല്ലാൻ അവർ മടിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ലെനിനെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ധർമ്മരാജൻ ഭിത്തിയോട് ചേർത്ത് നിർത്തി. ഒടിഞ്ഞു പോയതുപോലെ അവന്റെ ശിരസ് ഒരു വശത്തേക്ക് മറിഞ്ഞു. സ്വന്തം തന്തയെ വരെ കുത്തിക്കൊന്ന നിനക്ക് മാപ്പിലടാ. പറ, ഗോപിദാസിന്റെ നെഞ്ചിൽ കത്തിയിറക്കിയപ്പോ നീ എന്ത് കരുതി? പിടികൂടപ്പെടില്ലെന്നോ? ലെനിൻ പണിപ്പെട്ട് കണ്ണുകൾ തുറന്ന് ധർമ്മരാജനെ നോക്കി. ഒപ്പം ഒരു കവിൾ ചോര കൂടി അവൻ കമിട്ടി. ഗോപിദാസിനെ ലെനിൻ കൊന്നു. കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ പോലീസുകാർ വീഴ്ച നിന്നു. ധർമ്മരാജ, മതി! തങ്ങൾക്ക് പിന്നിൽ നിന്ന് ഒരാജ്ഞ കേട്ടപ്പോൾ പോലീസുകാർ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. CA ആന്റണി. അയാൾ വന്നതുപോലും അവർ അറിഞ്ഞിരുന്നില്ല. ഞൊടിയിടയിൽ അറ്റൻഷനായിട്ട് അവർ ഇരുവശത്തേക്കും വഴിയൊഴിഞ്ഞു. ആന്റണി അകത്തേക്ക് കയറി. ധർമ്മരാജന്റെ തോളിൽ കൈവച്ചു. മതിയാക്കടോ, ഇനി തല്ലിയ അവൻ ചത്തുപോകും. ചാകട്ടെ സാറേ! മുരളും പോലെയായിരുന്നു ധർമ്മരാജന്റെ ശബ്ദം. ഇവർ ജീവിച്ചിരുന്ന ഇനിയും ഇവിടെ ശവങ്ങൾ വീഴും. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പേപ്പട്ടിയെ നമ്മൾ തല്ലിക്കൊല്ലാറില്ലേ? അതുപോലെ ഇവനെയും അങ്ങ് തീർത്ത സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും നല്ല ഉപകാരമായിരിക്കും അത്. ഇവനെയൊക്കെ കൊന്നിട്ട് തകർന്നു പോകാനുള്ളതല്ല തൻ്റെ ജീവിതം. വിട്ടേരെ. ഒന്ന് മടിച്ചിട്ടാണ് ധർമ്മരാജൻ പിടിവിട്ടത്.
ഒരു പഴംതുണി കെട്ടുപോലെ ലെനിൻ തറയിൽ വീണു. കാന്തല്ലൂരെ കരിമ്പിൻ തോട്ടത്തിലേക്ക് ഒരാൾ ഓടിക്കിതച്ചെത്തി. അലക്സ് തോമസും കണ്ടെയ്നർ സാബുവും ഒക്കെ അയാളെ തുറച്ചു നോക്കി. കാന്തല്ലൂരിൽ തുണിക്കട നടത്തുന്ന വേണ്ടപ്പെട്ട ഒരാളാണതെന്ന് സാബു തിരിച്ചറിഞ്ഞു. എന്താ ശശികുമാറെ? കിതപ്പടക്കിയിട്ടാണ് ശശികുമാർ സംസാരിച്ചത്. ലെനിൻ മുതലാളിയെ എസ് ധർമ്മരാജൻ സാറ് പിടിച്ചോണ്ട് പോയി. ഏ? കണ്ടെയ്നർ സാബുവിന്റെ തലച്ചോറിൽ ഒരു വെള്ളിടി വിട്ടി. അയാൾക്ക് അപകടത്തിന്റെ ചൂരടിച്ചു. സകലരും ഒരു മാത്രം സ്തബ്ധരായി. അവർക്കിടയിലെ കനത്ത മൗനത്തിലേക്ക് അലക്സ് തോമസിന്റെ വാക്കുകൾ ചിതറി വീണു. കണ്ടെയ്നറെ സ്റ്റേഷൻ ആക്രമിച്ചിട്ടായാലും ലെനിനെ പുറത്തു കൊണ്ടുവരണം. നമ്മുടെ ആളുകളെ അതിനായി ഉപയോഗിക്കണം. ലെനിൻ പുറത്തു വന്നില്ലെങ്കിൽ നമ്മുടെ എല്ലാ പദ്ധതികളും പാളും. എന്തോ ചിന്തിച്ചുകൊണ്ട് സാബു അമർത്തി മൂളി. അയാളുടെ നെറ്റിയിൽ ചിലന്തിക്കാലുകൾ പോലെ ഞരമ്പുകൾ പിടച്ചു പൊങ്ങി. ലെനിന്റെ നേരത്തെയുള്ള നിർദ്ദേശം മറന്ന് അയാൾ സെൽഫോൺ എടുത്ത് ചില നമ്പറുകളിൽ കുത്തി. നേരം സന്ധ്യ. ശിവജിയുടെ കരിമ്പിൻ തോട്ടം. ശർക്കര ആലക്കരയിൽ ധാരാളം പണിക്കാറുണ്ടായിരുന്നു. കാന്തല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കനകരാജൻ, മറയൂരെയും കാന്തല്ലൂരെയും ജീപ്പ് ഓട്ടോ ടാക്സി ഡ്രൈവർമാരിലെ പ്രബലർ, ബീരാൻകുട്ടി, നബി മജീദ്, അയൽക്കാർ, ഒപ്പം നബി മജീദിന്റെ ചെറിയ സൈന്യവും. അടുപ്പിൽ തീ കത്തിച്ചാട്ടെ ശിവജി? ബീരാൻകുട്ടി ചോദിച്ചു. ഇക്ക, ഇത്തിരി നേരം കൂടി കഴിയട്ടെ. എ ആന്റണി സാർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ കൊണ്ട് വേണം ഈ കർമ്മം ചെയ്യിക്കാൻ. അവർ റോഡിലേക്ക് നോക്കി. ആന്റണിയുടെ പേര് കേട്ടപ്പോൾ സുഹറ ദുർഗയുടെ കൈത്തണ്ടയിൽ മൃദുവായി ഒന്ന് നുള്ളി. അവളുടെ കണ്ണുകളിൽ 1000 നക്ഷത്രങ്ങൾ മിന്നി. താഴെ നിന്ന് കയറ്റം കയറി വരുന്ന ഒരു വാഹനത്തിന്റെ ഒച്ചയും കറങ്ങി തിരിഞ്ഞു വരുന്ന തീക്കണ്ണുകളും ഏവരും കണ്ടു. ശർക്കര ആലയ്ക്ക് താഴെ റോഡിൽ ജീപ്പ് നിന്നു. എ ആന്റണിയും ഐ ധർമ്മരാജനും അതിൽ നിന്നിറങ്ങി. ശിവജി വേഗം ചെന്ന് അവരെ സ്വീകരിച്ചു. ആലയ്ക്കുള്ളിൽ തെളിഞ്ഞു നിൽക്കുന്ന നിലവിളക്കും തൂങ്ങിക്കിടക്കുന്ന റാന്തലുമൊക്കെ ആന്റണി നോക്കിക്കണ്ടു. സാറ് വരാൻ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു, ശിവജി പറഞ്ഞു. നബി മജീദ് കൊപ്പറക്കടിയിലെ വലിയ കുഴിയിലേക്ക് കരിമ്പിൻചണ്ടികൾ തള്ളിയിറക്കി തുടങ്ങി. സാറ് വേണം ഇതിൽ തീ കത്തിക്കാൻ. ചൂട്ടുകറ്റ പോലെ കെട്ടിവെച്ചിരുന്ന ഉണങ്ങിയ ഒരു പിടി കരിമ്പിൻചണ്ടിയെടുത്ത് തീ കത്തിച്ച് ശിവജി ആന്റണിയുടെ കയ്യിൽ കൊടുത്തു. ആന്റണി അത് വാങ്ങി കൊപ്പറക്കടിയിലേക്ക് നീട്ടി. കരിമ്പിൻചണ്ടിയിൽ തീ പടർന്നു. ആന്റണി പുറത്തേക്കിറങ്ങി. മറ്റുള്ളവർ ഡ്രമ്മിൽ നിന്ന് കരിമ്പിൻ നീര് കൊപ്പറയിലേക്ക് ചരിച്ചു. ചെല്ലൻ നീണ്ട കമ്പുകൊണ്ട് കൊപ്പറയ്ക്കടിയിലേക്ക് കരിമ്പിൻ ചണ്ടി തള്ളി തുടങ്ങി. കൊപ്പറയ്ക്ക് ചുറ്റും തീനാളങ്ങൾ ഉയർന്നു. ശിവജി അല്ലേ? ഐ ധർമ്മരാജൻ അവൻ്റെ അടുത്തെത്തി. അതെ സർ, അവൻ ഭവ്യതയോടെ പറഞ്ഞു. രുക്മണിയും മോളും തന്നെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു. അവർ ഇന്ന് ജീവിച്ചിരിക്കാൻ കാരണക്കാരൻ താനാണെന്ന്. ശിവജി ചിരിച്ചു. മനുഷ്യനോട് ചെയ്യേണ്ട കടമ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ സർ. ധർമ്മരാജൻ അവൻ്റെ കരം കവർന്നു. നന്ദി കൊണ്ട് ഒന്നും ആവില്ലെന്ന് എനിക്കറിയാം. എങ്കിലും പറയാതിരിക്കാൻ കഴിയില്ല. താങ്ക്സ് ശിവജി. സാർ, എന്ത് പറയണമെന്ന് ശിവജിക്ക് അറിയില്ലായിരുന്നു. ആ ശിവജി, എ ആന്റണി മുന്നോട്ട് വന്നു. നിന്നോടൊരു കാര്യം പറയാൻ വിട്ടുപോയി. MLA ഗോപിദാസ് സാറിനെ ലെനിൻ കുത്തിക്കൊന്നു. അവനിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഏ? കേട്ടവർ സകലരും ഞെട്ടിപ്പോയി. ആ നിമിഷം ആന്റണിയുടെ സെൽഫോൺ ഇരമ്പി. അത് അറ്റൻഡ് ചെയ്യുമ്പോൾ അയാളുടെ മുഖം വിളറുന്നത് ആലയിലെ തീവട്ടത്തിൽ ശിവജിയും ധർമ്മരാജനും കണ്ടു. ഞങ്ങൾ ഉടൻ വരുന്നു. അത്രയും പറഞ്ഞിട്ട് ആന്റണി പെട്ടെന്ന് ഫോൺ പോക്കറ്റിലിട്ടു. ധർമ്മരാജ, നമുക്കുടൻ സ്റ്റേഷനിലെത്തണം. കുറെ പേർ സ്റ്റേഷൻ ആക്രമിച്ചു. ലെനിനെയും കൊണ്ട് അവർ കടന്നു. സർ, കം വിത്ത് മീ ക്യുക്ക്. ആന്റണി റോഡിലേക്ക് ഓടിക്കഴിഞ്ഞു. പിന്നാലെ ധർമ്മരാജനും. ജീപ്പ് പാഞ്ഞുപോയി. സമയം കടന്നുപോയി. കൊപ്പറയിൽ കരിമ്പിൻ നീര് തിളച്ചു തുടങ്ങി. ഗോപിദാസിന്റെ മരണവാർത്തയെപ്പറ്റിയും ലെനിനെക്കുറിച്ചും സംസാരിച്ചുകൊണ്ട് മിക്കവരും പിരിഞ്ഞുപോയി. ശിവജിക്കും ബീരാൻകുട്ടിക്കും നബി മജീദിനുമൊപ്പം അവറാച്ചനും ദുർഗയും സുഹറയും ചെല്ലനും മാത്രം അവിടെ അവശേഷിച്ചു. പിന്നെ മജീദിന്റെ സംഘവും ഓട്ടോ ഡ്രൈവർമാരും അവറാച്ചന്റെ തമിഴന്മാരും. കോടമഞ്ഞ് പരന്നുകൊണ്ടിരുന്നു. തണുപ്പുള്ള കാറ്റ് മെല്ലെ വീശി. എന്നാലും അച്ഛനെ കൊല്ലാൻ തോന്നിയ ലെനിന്റെ മനസ്സേ, ബീരാൻകുട്ടി വെറുപെറുത്തു. ഓ മനുഷ്യനല്ലല്ലോ, ചെകുത്താനല്ലേ, സുഹറ പറഞ്ഞു. ചെല്ലനെ മാറ്റിയിട്ട് തമിഴന്മാരിൽ ഒരാൾ അടുപ്പിലേക്ക് ചണ്ടി നീക്കിയിടുന്ന ജോലി ഏറ്റെടുത്തു. മറ്റൊരാൾ തിളച്ചു പൊങ്ങിയ കരിമ്പിൻ നീരിൽ തള്ളിക്കൂടിയ ചെളി കോരിക്കളയാൻ തുടങ്ങി. ബാക്കിയുള്ളവർ ആലയ്ക്ക് പുറത്ത് ഉണങ്ങിയ കരിമ്പോലകൾക്ക് മീതെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് വെട്ടാൻ നിൽക്കുന്ന കരിമ്പിൻ കടുകളിൽ ഒരിളക്കം. ശിവജിയും മജീദും പരസ്പരം നോക്കി. ഷ്! ശിവജി മറ്റുള്ളവർക്കൊരു അടയാളം കൊടുത്തു. സകലരും ജാഗരൂകരായി. സുഹറയും ദുർഗി ചെല്ലനും ആലയ്ക്കുള്ളിലേക്ക് കടന്നിരുന്നു. മജീദ് ശബ്ദം താഴ്ത്തി. മൂവർക്കും ഭീതി തോന്നി. അവർ വേഗം ശർക്കര ആലയ്ക്കുള്ളിൽ കയറി. അടുത്ത നിമിഷം ഒരു വിസിൽനാദം. കരിമ്പിൻ തോപ്പിൽ നിന്ന് പൊടുന്നനെ ശിവജിയും മറ്റും കണ്ടു. കരിമ്പിനെ വകഞ്ഞു മാറ്റി വെട്ടിയൊഴിഞ്ഞ ഭാഗത്തേക്ക് ചാടി വരുന്ന ഇരുൾ കറ്റകൾ. അവറാച്ച! അലറി വിളിച്ചുകൊണ്ട് ശിവജി ചാടി എഴുന്നേറ്റു. അപ്പോഴേക്ക് 50ഓളം വരുന്ന സംഘം ശർക്കര ആലയെ വലയം ചെയ്തു കഴിഞ്ഞിരുന്നു. ഒറ്റയൊരെണ്ണം അടുക്കരുത്! അവറാച്ചിന്റെ കയ്യിൽ ഒരു തിരുപ്പാച്ചി പ്രത്യക്ഷപ്പെട്ടു.
ആലയിൽ നിന്ന് വരുന്ന അഗ്നിയുടെ വെളിച്ചത്തിൽ അതിന്റെ വായ് വെട്ടിത്തിളങ്ങി. അടുത്ത നീ എന്ത് ചെയ്യുമട പുല്ലേ? രണ്ടുപേർ വെളിച്ചത്തിലേക്ക് പാഞ്ഞു വന്നു. ലെനിനും അലക്സ് തോമസും. അവറാച്ചൻ ഒന്ന് വിളറി. ലെനിന്റെയും ശിവജിയുടെയും കണ്ണുകൾ കോർത്തു വിളിച്ചു. ഞാൻ കൃഷി ചെയ്ത കരിമ്പ് വെട്ടി ശർക്കര ഉണ്ടാക്കുമെന്ന് നീ കരുതിയോടാ ശിവജി? ലെനിന്റെ ശബ്ദം കനത്തു. കാന്തല്ലൂരും മറയൂരും ലെനിൻ രാജാവാടാ, രാജാവ്. അത് നീ മറന്നു. സാരമില്ല, ഇന്ന് എല്ലാത്തിനുമുള്ള അവസാനമാ. ലെനിൻ ചിരിച്ചു. നിന്നെയും കൂടെ നിൽക്കുന്ന ഈ പട്ടികളെയും ഇവിടെ തന്നെ ഞങ്ങൾ വെട്ടിമൂടും. എന്നിട്ട് അതിനുമേതെ ഗ്രാൻഡ് സ്മരം നടും. നീ ഒന്ന് എതിർത്ത് കാണിച്ചോടാ നാറി. അലക്സ് തോമസ് വെല്ലുവിളിച്ചു. ഇതൊക്കെ നിന്റെ തോന്നൽ മാത്രമാ അലക്സേ. ലുങ്കി മടക്കി കുത്തി ഷർട്ടിന്റെ കൈകൾ തീർത്തു കയറ്റി ശിവജി മുന്നോട്ടാഞ്ഞു. എന്റെ തൊണ്ടയിൽ ഒരു പിടപ്പെങ്കിലും ഉണ്ടെങ്കിൽ നീ ഒരു ഗ്രാൻഡ് തൈ പോലെ ഇവിടെ നടില്ലടാ. പൊടുന്നനെ അലക്സ് തോമസ് ഒരു റിവോൾവർ എടുത്ത് ചൂണ്ടി. അനങ്ങരുത്. അനങ്ങിയ നിന്റെ പടപ്പ് ഇപ്പൊ തന്നെ ഞാൻ തീർക്കും. മുമ്പിലുള്ള ഒരു ഗ്ലാസ് ഭിത്തിയിൽ മുട്ടിയതുപോലെ ശിവജി നിശ്ചലനായി. ലെനിൻ തിരിഞ്ഞ് തന്റെ ഗുണ്ടകളെ നോക്കി. കണ്ടെയ്നറെ ഒരറ്റത്ത് നിന്ന് തുടങ്ങിക്കോ, ഒന്നും ബാക്കി വെക്കരുത്. കണ്ടെയ്നർ സാബു ഒരു വിസിലടിച്ചു. ഗുണ്ടകൾ ചാടി വീണു. അതിനിടെ ലെനിന്റെ അറിയിപ്പ്. ആരെങ്കിലും പ്രതിരോധിക്കാൻ ശ്രമിച്ചാ ശിവജിയുടെ പിടഞ്ഞു വീഴും. അലക്സ് തോമസ് വിജയഭാവത്തിൽ മുന്നോട്ട് വന്ന് റിവോൾവറിന്റെ ബാരൽ ലെനിന്റെ നെഞ്ചിൽ കുത്തിയമർത്തി. നാബി മജീദും അവറാച്ചനുമെല്ലാം നിസ്സഹായരായി. ഗുണ്ടകൾ ശിവജിയുടെ സംഘത്തെ ആക്രമിക്കുകയാണ്. വിജയഭാവത്തിൽ ലെനിൻ എല്ലാം നോക്കി നിന്നു. അടുത്ത നിമിഷം ഇരുളിൽ നിന്നും രണ്ടുപേർ പറന്നു വന്നു. ശക്തമായ ഒരടിയിൽ അലക്സ് തോമസിന്റെ റിവോൾവർ തെറിച്ചുപോയി. ലെനിനും അലക്സും ഞെട്ടിത്തിരിഞ്ഞു. അലക്സിന് അവരെ പിടികിട്ടിയില്ല. ലെനിൻ മിന്നായം പോലെ അവരുടെ മുഖം കണ്ടു. ടിപ്പർ ചന്ദ്രൻ, ഭഗവതിയപ്പൻ. അടിച്ചു തീർക്കടാ പറഞ്ഞതും നാബി മജീദിന്റെ മടക്കിയ കാൽമുട്ട് മുന്നിൽ നിന്നിരുന്നവന്റെ അടിവയറ്റിൽ പുളഞ്ഞിറങ്ങി. ഒരു വിലാപത്തോടെ അയാൾ പിന്നിലേക്ക് മറിഞ്ഞു. ശിവജിയുടെ ചുരുട്ടിയ കൈപ്പത്തി അലക്സ് തോമസിന്റെ താടിയിൽ തകർത്തു. അയാളെ ഒരു വശത്തേക്ക് തള്ളിയിട്ട് അവൻ ലെനിനെ ആക്രമിച്ചു. ശർക്കര ആലയ്ക്ക് ചുറ്റും പൊരിഞ്ഞ ഏറ്റുമുട്ടൽ. ആയുധങ്ങൾ കൂട്ടിമുട്ടുന്നതിന്റെ ഒച്ച, അട്ടഹാസങ്ങളും ആർത്തനാദങ്ങളും. ശർക്കര ആലയ്ക്കുള്ളിൽ സുഹറയും ചെല്ലനും നിന്ന് വിറച്ചു. അവിടേക്ക് ഓടിക്കയറിയ ഒരു ഗുണ്ടയെ ദുർഗ ചവിട്ടി വീഴ്ത്തി. അരിവാളെടുത്ത് കയ്യിൽ പിടിച്ച് അവൾ കരുതലോടെ നിന്നു. ശിവജിയുടെ അടിയേറ്റ് ലെനിൻ ചെന്ന് വീണത് ടിപ്പർ ചന്ദ്രന്റെ കാൽക്കൽ. അയാൾ അവനെ പിടിച്ചുയർത്തി. എന്റെ കുടുംബത്തെ ഒന്നടങ്കം തകർത്ത നിനക്കിനി മാപ്പിലട നായേ. അയാൾ അവന്റെ കവിളടക്കം ഒന്ന് പൊട്ടിച്ചു. ചന്ദ്രേട്ട, ഞാൻ എന്ത് വേണമെങ്കിലും തരാം, എന്നെ കൊല്ലരുത്, ലെനിൻ യാചിച്ചു. എന്നാ താടാ. ചന്ദ്രൻ കൈനീട്ടി. എന്റെ ഭാര്യ മക്കളെ താടാ. ചന്ദ്രേട്ട, അത് പറ്റില്ല അല്ലേ? ചന്ദ്രൻ അരയിൽ നിന്നും കത്തിയെടുത്തു. അലക്സ് തോമസ് അത് കണ്ട് ഭയന്നോടി. അവറാശൻ വീശിയ തിരുപ്പാച്ചി തന്റെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണരായി പാഞ്ഞതേ കണ്ടെയ്നർ സാബു അറിഞ്ഞോളൂ. കരിമ്പിൻ തോട്ടം നടുക്കുന്ന ഒരലർച്ചയോടെ നെഞ്ചു പിളർന്ന് അയാൾ വീണു. പച്ചച്ചോരയുടെ ഗന്ധം. അതോടെ ഗുണ്ടാസംഘം പതറി. ശിവജിയുടെ ആളുകൾ അവരെ അടിച്ചു പറത്തി. മിനിറ്റുകൾക്കുള്ളിൽ ഘടം വെടിപ്പായി. അങ്ങിങ്ങ് ഞരക്കവും മോളിലുമായി ചിലർ കിടപ്പുണ്ട്. ലെനിൻ ശരിക്കും ഭയന്നു. ശിവജിയും സംഘവും അവനെ വളഞ്ഞു. ചന്ദ്രേട്ടാ, എനിക്ക് വേണം ഇവനെ. 10 വർഷം എന്നെ ജയിലിലാക്കിയ ഇവനെ. കടാരയുമായി കൈലുതുള്ളി നിൽക്കുന്ന ചന്ദ്രനെ പിന്തിരിപ്പിക്കാൻ ശിവജി ഒരു ശ്രമം നടത്തി. ഇല്ല ശിവജി, ചന്ദ്രൻ അലറി. പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാ. ചന്ദ്രേട്ടാ, അനങ്ങരുത്. പെട്ടെന്ന് പിന്നിലൊരു ശബ്ദം. എല്ലാവരും തിരിഞ്ഞു നോക്കി. അലക്സ് തോമസിന്റെ കയ്യിൽ നിന്നും തെറിച്ചുപോയ റിവോൾവറും ചൂണ്ടി ഭഗവതിയപ്പൻ. ശിവജി, ലെനിൻ മുതലാളിയെ തൊട്ടാ ഞാൻ വെടിവെക്കും. സകലരും കിടുങ്ങി. എല്ലാവരും മാറി നിൽക്ക്, അവൻ അലറി. ലെനിന്റെ മുഖം തെളിഞ്ഞു. വെടിവെക്ക് ഭഗവതി, നിന്നെ ഞാൻ രക്ഷിച്ചോളാം, അവൻ കൽപ്പിച്ചു. മറ്റുള്ളവർ സംശയത്തോടെ പിന്നോട്ട് മാറി ഒരകലമിട്ട് നിന്നു. ഭഗവതിയപ്പൻ ലെനിന്റെ തൊട്ടു മുന്നിലെത്തി. ഭഗവതി, തക്ക സമയത്ത് നീ വന്നത് നന്നായി. ആ തോക്കിങ് താടാ, ഞാൻ തീർക്കാം ഈ കഴിവേറികളെ. ലെനിൻ കൈനീട്ടി. വേണ്ട, ആ കർമ്മം ഞാൻ തന്നെ ചെയ്യാം. അവൻ ശിവജിയുടെ നേർക്ക് റിവോൾവർ ചൂണ്ടി. ഭഗവതി, നീ ഒന്നും അറിയാതെയാണ്. നാബി മജീദ് മുന്നോട്ടാഞ്ഞു. അനങ്ങരുതെന്ന് പറഞ്ഞാൽ അനങ്ങരുത്, എല്ലാം എനിക്കറിയാം. ഭഗവതിയപ്പം പെട്ടെന്ന് ലെനിന്റെ നേരെ തിരിഞ്ഞ് ഒറ്റയടി. ഭഗവതി, ലെനിൻ വട്ടം കറങ്ങി താഴെ വീണു. മിണ്ടരുത് നീ. തിരുമൂർത്തി എന്നോട് എല്ലാം പറഞ്ഞടാ നായേ. എന്റെ പെങ്ങളെ കൊന്ന് മുനിയറയിലിട്ടത് ആരാണെന്ന് എനിക്കറിയാമെടാ. ലെനിൻ കിടുങ്ങിപ്പോയി. റിവോൾവർ ചൂണ്ടിക്കൊണ്ട് ഭഗവതിയപ്പൻ ലെനിന്റെ നെഞ്ചിൽ കാലമർത്തി. പിന്നെ ചന്ദ്രനെ നോക്കി. ചന്ദ്രേട്ടാ. ചന്ദ്രൻ കടാര കടിച്ചു പിടിച്ചുകൊണ്ട് ലെനിന്റെ കൈകാലുകൾ കരിമ്പോലകൾ കൊണ്ട് വരിഞ്ഞു കെട്ടി. മറയൂറും കാന്തല്ലൂരും ഇനി ശവങ്ങൾ വീഴാതിരിക്കാൻ, പെൺകുട്ടികൾക്ക് മാനം പോകാതിരിക്കാൻ
ഞങ്ങൾ നിന്നെ അങ്ങ് കൊല്ലാൻ തീരുമാനിച്ചു ലെനിനെ. ചന്ദ്രൻ ക്രൂരമായി ചിരിച്ചു. ചന്ദ്രേട്ടാ വേണ്ട, ലെനിൻ പറഞ്ഞപ്പോൾ ചന്ദ്രൻ കാലുമടക്കി ഒറ്റയടി ലെനിന്റെ കവിളത്ത്. തുറന്ന വായിൽ നിന്നും ചോരയോടൊപ്പം പല്ലുകളും തെറിച്ചുപോയി. ശിവജിക്കും നാബി മജീദിനുമൊക്കെ നിസ്സഹായരായി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ഭഗവതിയപ്പൻ ശർക്കര ആലയിലേക്ക് കയറി ചുറ്റും നോക്കി. കൊപ്രയിൽ തിളച്ചു മറിയുന്ന പാനി. അല്പം മാറി ഭയന്നു നിൽക്കുന്ന സുഹറയും ചെല്ലനും, പകയോടെ എല്ലാം നോക്കിക്കാണുന്ന ദുർഗ. നിങ്ങൾ പുറത്തിറങ്ങിക്കേ, അവൻ നിർദ്ദേശിച്ചു. സുഹറയും ചെല്ലനും ദുർഗയും പുറത്തിറങ്ങി. ശിവജി, എന്നെ ഒന്ന് രക്ഷിക്കടാ, ഞാൻ നിന്റെ പഴയ കൂട്ടുകാരനല്ലേ. ലെനിൻ തറയിൽ കിടന്നുകൊണ്ട് അവനെ നോക്കി. കൂട്ടുകാരൻ? ശിവജി മുഖം വെട്ടിച്ചു. ഭഗവതിയപ്പൻ ആലയിൽ നിന്ന് പുറത്തു വന്നു. ഈ നിൽക്കുന്ന ചന്ദ്രേട്ടന്റെ മകൾ സുനന്ദയെ എങ്ങനെയാണ് നീ കൊന്നതെന്ന് ഓർക്കുന്നുണ്ടോടാ നായേ? ഭഗവതിയപ്പന്റെ ഒച്ചയുയർന്നു. ലെനിൻ നടുക്കത്തോടെ ആ രംഗമോർത്തു. ആ മരണത്തിന്റെ സുഖം നീയും അറിയണം. പിടിക്ക് ചന്ദ്രേട്ടാ. ഭഗവതിയപ്പൻ ഒരു കൈ കൊണ്ട് അവന്റെ കൂട്ടിക്കെട്ടിയ കാലുകളിൽ പിടിച്ചു പൊക്കി. ചന്ദ്രൻ അവന്റെ കൈയിലും പിടിച്ചു. ഒരു കാട്ടുമൃഗത്തെ എന്ന പോലെ അവൻ ലെനിനെ എടുത്തുയർത്തി. ശിവജിയും മറ്റും കിടുങ്ങിപ്പോയി. ഭഗതി വേണ്ട, ശിവജി വിലക്കി. ഭഗവതിയപ്പൻ തോക്കുകൊണ്ട് മിണ്ടരുതെന്ന ഭാവത്തിൽ ഒരാംഗ്യം കാട്ടി. അവനും ചന്ദ്രനും ചേർന്ന് ലെനിനെ ശർക്കര ആലയിലേക്ക് കൊണ്ടുപോയി. വേണ്ട, അരുത്, എനിക്കുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം. ലെനിൻ പിടഞ്ഞുകൊണ്ടിരുന്നു. ഭഗവതിയപ്പനും ചന്ദ്രനും അത് ശ്രദ്ധിച്ചതേയില്ല. അവർ അവനെ പൊക്കിയെടുത്ത് തിളച്ചു മറിയുന്ന പാനിയിലേക്കിട്ടു. ലെനിന്റെ നിലവിളി പകുതിയിൽ മുറിഞ്ഞു. അവന്റെ വായിലേക്ക് തിളച്ച പാനി തള്ളിക്കയറി. തീയിൽ വീണ പാമ്പിനെ പോലെ അവൻ പിടഞ്ഞുകൊണ്ടിരുന്നു. വാതിൽക്കിൽ കൂടിയ ശിവജിയും സംഘവും ശബ്ദിക്കാൻ പോലും കഴിയാതെ നിന്നു. ചന്ദ്രനും ഭഗവതിയപ്പനും പരസ്പരം നോക്കി ചിരിച്ചു ചാരിതാർത്ഥ്യത്തോടെ. ലെനിന്റെ പിടച്ചിൽ നിലച്ചു തുടങ്ങിയിരുന്നു. ചെളിയിൽ കുളിച്ച് പുളയുന്ന ഒരു ചീങ്കണ്ണിയെ പോലെ തോന്നിച്ചു അവൻ. ചന്ദ്രനും ഭഗവതിയപ്പനും ഒന്നും സംഭവിക്കാത്തതുപോലെ പുറത്തേക്ക് നടന്നു. മറ്റുള്ളവർ വഴിയൊഴിഞ്ഞു. ശിവജി, ചന്ദ്രൻ വിളിച്ചു. മറയൂർ ഹയർ സെക്കൻഡറി സ്കൂളിനരികിലെ മുനിയറയിൽ ഇന്നലെ ഒരാൾ ചുട്ടുകരിച്ചില്ലേ? അത് ചെയ്തത് ഞാനാ, തിരുമൂർത്തിയെ. പിന്നെ ഇവിടെ ചത്തുകിടക്കുന്ന കണ്ടെയ്നർ സാബുവിന്റെ കൊലപാതകവും ഞാൻ ഏറ്റെടുക്കുക. നീ ഇവിടെ വേണം ഈ നാടിനെ രക്ഷിക്കാൻ. ചന്ദ്രേട്ടാ, കൂടെ ഞാനുമുണ്ട്. എല്ലാം ഏറ്റുപറഞ്ഞ് പോലീസിന് കീഴടങ്ങാൻ ഭഗവതിയപ്പൻ പറഞ്ഞു. പാടില്ല, ചന്ദ്രൻ വിലക്കി. ഇന്നു ഞാൻ ഒറ്റയാനാണ്. പക്ഷേ നിന്റെ കാര്യം അങ്ങനെയല്ല. നിനക്കിനിയും ഒരു പെങ്ങളുണ്ട്, സുഖമില്ലാത്ത അച്ഛനുണ്ട്. അവർക്കൊക്കെ നീ വേണം. ചന്ദ്രേട്ടാ, ഞാൻ... മിണ്ടരുത്, പറയുന്നതനുസരിച്ചാ മതി. ചന്ദ്രന് ദേഷ്യം വന്നു. പിന്നെ ഭഗവതിയപ്പൻ മിണ്ടിയില്ല. ആരും മിണ്ടിയില്ല. കുന്നിറങ്ങി ഒരു കാറ്റ് വീശി വന്നു. അതിൽ കൊപ്പറക്കിടയിലെ ചാരം ഇളകി പറന്നു. തീപ്പൊട്ടുകൾ തിളങ്ങി. ഇതോടുകൂടി ഭൂമാഫിയ എന്ന നോവൽ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. മറ്റൊരു നോവലുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്ദി.